സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നോ യുവർ ബേബി, കുഞ്ഞിനെ അറിയാൻ. ഒരുപക്ഷെ ഈ ഒരു വിഷയം ഒരു തലമുറ മുമ്പായിരുന്നെങ്കിൽ വളരെ സിമ്പിളായിരുന്നു. കാരണം എല്ലാ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർക്ക്, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിനെല്ലാം അവരുടെ കുഞ്ഞിനെ വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇന്ന് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്, പക്ഷെ പലപ്പോഴും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയല്ല ഇന്നത്തെ തലമുറ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ അറിവ് കൃത്യമായിട്ട് പകർന്ന് കിട്ടാൻ ന്യൂ ജനറേഷന് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ വിജയരാമൻ സാറ് അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിക്കുന്നത്. സമൂഹത്തിൽ ഒരു വലിയ വിപത്ത് തന്നെയാണ് കുട്ടിക്കാലം മുതൽ കുഞ്ഞിന് കൊടുക്കേണ്ടി പരിരക്ഷ കൊടുക്കാതെ വരുമ്പോൾ. അതൊരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വേണമെന്ന് നമ്മൾ സൈക്കോളജിയുടെ തലത്തിൽ പലപ്പോഴും പഠിച്ചിട്ടുമുണ്ട്. ADHD അല്ലേ, അതുപോലുള്ള പലതരത്തിലുള്ള രോഗങ്ങളുടെ സാധ്യതകളെല്ലാം യഥാർത്ഥത്തിൽ ഈ ഒരു ടൈറ്റിൽ തന്നെയാണ് കാരണം. കുഞ്ഞിനെ അറിയാൻ മടിക്കുന്നു, അല്ലെങ്കിൽ അവർ അവയർനെസ്സിലേക്ക് എത്തുന്നില്ല. സോ വളരെ ശ്രദ്ധയോടെ ഈ ഒരു വിഷയത്തെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വിജയരാമൻ സാർ, യു ആർ വെൽക്കം. നന്ദി. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? എനിക്ക് എൻ്റെ അടുത്ത് നല്ലൊരു PPT ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഈ വിഷയം ചൈൽഡ് കെയർ എന്നുള്ള കാര്യത്തിൽ വരുന്നതാണല്ലോ, അറിയാമല്ലോ അല്ലെ? ശിശു പരിചരണം അല്ലെ, ആ വിഷയമാണ്. അത് അല്പം ജെൻഡർ സെൻസിറ്റീവ് ആണ് അല്ലെ, പൊതുവെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. പക്ഷേ ഇതിപ്പോ ഇവിടെ ക്ലാസ് ആയിട്ട് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂണിവേഴ്സിറ്റി, ഞാൻ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിക്ക് പഠിക്കുമ്പോൾ വളരെ വിശദമായിട്ട് ഇത് ഞങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പോ ഇത് അത്തരത്തിൽ ജെൻഡർ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാരെക്കാൾ നന്നായി സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണിത്. അതിൽ യാതൊരു സംശയമില്ല. സ്ത്രീകളെ കവച്ചു വെക്കാൻ പുരുഷന്മാർക്ക് കഴിയില്ല ചൈൽഡ് കെയറിൽ, അതും ശരി തന്നെയാണ്. എങ്കിൽ കൂടി ഇപ്പോ ഒരു കുടുംബം ആകുമ്പോൾ ഒരു പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ഒരു കുടുംബത്തിലേക്ക് എത്തുമ്പോൾ പിന്നീട് അതിന്റെ ലൈഫ് സൈക്കിള് ചേഞ്ച് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാവുന്നു. അപ്പൊ കുട്ടികള്, നേരത്തെ സാബു സാർ പറഞ്ഞു, ഗർഭം ധരിക്കുന്നത് മുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികൾ ഉണ്ടായിട്ട് ആദ്യമായിട്ട് ഒരു കുട്ടി ഉണ്ടാവുന്നു. ഈ ചൈൽഡ് കെയറിന്റെ കാര്യത്തിലും പാരന്റിങ്ങിന്റെ കാര്യത്തിലും ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ കുഞ്ഞായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പരിചയമുള്ളവരല്ലാതാവുന്നു. അവര് പിന്നീട് രണ്ടാമതൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അല്പം പരിചയം ഉണ്ട് എന്നും കരുതി അബദ്ധങ്ങളും ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശിശു പരിചരണവും പാരന്റിങ്ങും ഞാൻ എടുക്കുന്ന വിഷയം തന്നെയാണ്. അപ്പൊ ആമുഖമായിട്ട് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശിശു പരിചരണം പാരന്റിങ്ങിന്റെ കാര്യമല്ല, ശിശു പരിചരണം സ്ത്രീകളുടെ വിഷയം തന്നെയാണ്. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്നോടൊന്ന് സഹകരിക്കണം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വിരുദ്ധമായുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സൂചിപ്പിക്കണം. നമുക്കൊരു ചർച്ചയാവാം. എന്നിട്ട് അതായത് പരിപൂർണമായിട്ടും നമ്മളുടെ ഒരു ചർച്ച വഴി, നമ്മളുടെ ഒരു പാർട്ടിസിപ്പേഷൻ, ഭാഗഭാഗിത്വം വഴി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു തികച്ച അർപ്പണ ബോധത്തോട് കൂടിയിട്ട് നന്മ ഉണ്ടാവണം, നമുക്ക് ഉപകാരപ്പെടണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. എന്നോടൊപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു മാം ഉണ്ട്, ഗിരിജ മാം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാം വീഡിയോ ഓൺ ചെയ്യുമെന്ന് എനിക്കറിയില്ല.
കാരണം വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് മാം ഇരിക്കുന്നത്. എങ്കിൽ കൂടിയിട്ട് മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. എന്റെ കുറവ് നികത്താൻ ആയിട്ടാണ് മാം എന്റെ കൂടെ ഉള്ളത്. മാം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ്. അപ്പോ ഇതുപോലുള്ള ഒരു മറ്റൊരു മാം പറഞ്ഞു വെച്ചാൽ 736 പ്രസവം, അതായത് കുട്ടികളെ കയ്യിൽ എടുത്തിട്ട് പാരന്റ്സിന് കൊടുത്ത അതുപോലുള്ള മഹത് വ്യക്തി ആണ്. മേമത്തിനോട് ഞാൻ ചോദിച്ചിട്ടില്ല എത്ര പേര് ആദ്യത്തിൽ, പക്ഷെ മേമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആള് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരാളാണ് ഗിരിജ മാം. ഗിരിജ മാം എന്റെ കൂടെ ഉണ്ട്. മാം ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. എന്നെ തിരുത്താനും അതുപോലെ എന്റെ കൂടെ നിൽക്കാനുമായിട്ട് മാം ഉണ്ട് ക്ലാസ്സിൽ. അപ്പോ നമുക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ചൈൽഡ് കെയറിന്റെ തുടക്കം മുതലേ ഉള്ള കാര്യത്തിന്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ജനിച്ച് നവജാത ശിശു അല്ലെ, ജനിച്ച് വീണ ശിശുവിന്റെ ആദ്യത്തെ 1 കൊല്ലം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ആ 1 കൊല്ലത്തെ പരിചരണമാണ് ആ മനുഷ്യന്റെ ബുദ്ധിയെ തീരുമാനിക്കുന്നത്. വളരെ നല്ല ബുദ്ധിയോട് കൂടിയിട്ട് ആ മനുഷ്യൻ വളരണമെങ്കിൽ ആ ആദ്യ കൊല്ലത്തെ പരിചരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇഗ്നോ സിലബസില് പറഞ്ഞൊരു വാചകം ഞാൻ പറയുന്നു. അതായത് നല്ല മുഖമില്ലാത്ത, അതുപോലെ തന്നെ നല്ല മുഖഭാവങ്ങളില്ലാത്തതാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. നല്ല മുഖഭാവമില്ലാത്ത, നല്ല ശരീരഭാഷ ഇല്ലാത്ത, നല്ല ശബ്ദധ്വനി ഇല്ലാത്ത, അതായത് നമ്മള് കൗൺസിലിംഗും ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം, ഈ പറഞ്ഞത് നോൺ വെർബൽസ് എന്നാണ് പറയുന്നത്, വാക്കുകൾക്ക് അതീതമായ കാര്യങ്ങൾ അല്ലെ. ഇത് മനുഷ്യന് വാക്കുകളോളം പ്രധാനമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യൻ കുഞ്ഞു കുട്ടികളുടെ അടുത്തേക്ക് പോവുക തന്നെ ചെയ്യരുത് 1 കൊല്ലം എന്നാണ് ഇഗ്നോയില് സിലബസിൽ പറഞ്ഞൊരു വാചകം. ആ വാചകത്തിന്റെ പ്രാധാന്യത്തെ പറ്റി അനലൈസ് ചെയ്ത് നോക്കിയേ. നമ്മൾ വിചാരിക്കുന്നു ചെറിയ കുഞ്ഞു കുട്ടിയല്ലേ, ഒന്നും അറിയില്ല. പക്ഷെ ആ കുഞ്ഞു കുട്ടിയുടെ രീതികൾ വളരെ 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 സൂക്ഷ്മതയോടുകൂടിയാണ്. ഇത്തരത്തിലുള്ള നോർമൽബലുകളാണ് ആ കുട്ടിയുടെ വികസനത്തില്, പിന്നീടുള്ള വികസനത്തില് ഗൗരവമായിട്ട് പങ്കുവയ്ക്കുന്നത് എന്നതാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ശിശു പരിചരണത്തിന്റെ തുടക്കം മുതലേ ഉള്ള പ്രാധാന്യത്തിന്റെ കാര്യം. വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കുന്നുണ്ടോ, എന്നെ കാണുന്നുണ്ടോ? ഞാനത് ചോദിച്ചില്ലായിരുന്നു. ഉണ്ടോ? എല്ലാം ഓക്കെയാണ് സർ, കാണുന്നുണ്ട്. എല്ലാം ഓക്കെ അല്ലെ? അപ്പോ നമുക്ക് തുടരാം. പിന്നെ മറ്റൊരു കാര്യം, ഈ പാരന്റിങ് 2 വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ പാരന്റിങ്ങും അതുപോലെ ശിശു പരിചരണവുമാണ് ഞാനിപ്പോ ഈ ക്ലാസ് വഴി എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് വ്യക്തമായും റെഫറൻസ് ഉള്ളതാണ്, പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാകില്ല. പക്ഷേ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ ശിശു പരിചരണവും പാരന്റിങ്ങും അല്ലെ, പാരന്റിങ് വളരെ ഗൗരവമായ ഒരു കാര്യമല്ലേ പാരന്റിങ് എന്ന് പറയുന്നത്. ഇത് 2 കാര്യവും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഉറച്ച കാര്യമാണ്. ആരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം കുഞ്ഞിനെയാണ് അല്ലെ. അതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, ആ കാര്യങ്ങളാണ്. അപ്പൊ അതില് ശാസ്ത്രീയമായ കാര്യം തന്നെ ഞാൻ ഇവിടെ പറയുമ്പോൾ ഒരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. അതിനെ ഞാൻ സ്വാഗതം ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജെൻഡർ സെൻസിറ്റീവായ ഇഷ്യൂ ആണ്. ഗിരിജ മാം കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മുഴുവൻ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് ക്ഷണിച്ചിട്ട് ഗിരിജ മാമിനെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്.
കാരണം ഈ ജെൻഡർ സെൻസിറ്റീവ് ആയുള്ള ഒരു ഇഷ്യൂ ആണ് എന്നുള്ളത് മനസ്സിലാവും. അത് മാത്രമല്ല, സമൂഹത്തിന് ഉപകാരപ്രദമായിട്ട് ക്ലാസ് പരിണമിക്കണം എന്നും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഗിരിജാ മേമിനും കൂടി ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ പാരന്റിങ്ങിന്റെ കാര്യം പറയാം. ഞാൻ ഇതേ പ്ലാറ്റ്ഫോമിൽ സാബു സാർ ഓർക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കുഞ്ഞുങ്ങളോടുള്ള അച്ചടക്ക രീതി അല്ലെ പാരന്റിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലേ? കുഞ്ഞുങ്ങളെ അല്ലെ എന്താണ് വളർത്തു ദോഷം അല്ലെ? പേരും കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു സമൂഹത്തിലേക്ക് ഇറങ്ങി എന്താ സംഭവിക്കുന്നത്? അച്ഛനും അമ്മയും ചെയ്യുന്ന പാതകമല്ലേ അത്? തെറ്റല്ലേ? ആ കുഞ്ഞല്ലേ വിഷമിക്കുന്നത്. അപ്പൊ ഒരിക്കലും വളർത്തു ദോഷം ഉണ്ടാവില്ലല്ലേ? വളർത്തു ദോഷം ഉണ്ടാകാതിരിക്കാനായിട്ട് ഗിരിജാമയം എന്റെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ് ഇതേവരെ ഓക്കെയാണ് എന്നുള്ളത് കണ്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടാണ് എന്റെ ക്ലാസ് തുടരുന്നതെന്നും കൂടി മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ കറക്റ്റ്. അപ്പോ ഈ വളർത്തു ദോഷം അല്ലെ പാരന്റിങ്, അതില് ചില അച്ചടക്ക രീതികളെ കുറിച്ച് ഉണ്ടല്ലോ അല്ലെ? അച്ചടക്കത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തണം, പ്രധാനപ്പെട്ട ഒരു ഭാഗമല്ലേ പാരന്റിങ്ങിലെ. അപ്പൊ ഈ അച്ചടക്ക രീതികൾ നമ്മൾ പരക്കെ കൊണ്ടുവരുന്നത് എങ്ങനെ? പാരന്റിങ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ സാബു സാർ നേരത്തെ പറഞ്ഞത്, അതായത് നമ്മുടെ മുത്തച്ഛൻ ഗ്രാൻഡ് ഫാദർ, അതുപോലെ അമ്മ അച്ഛൻ, ഇവരിൽ നിന്ന് നമ്മള് പഠിച്ച ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അനുവർത്തിച്ച അല്ലെങ്കിൽ ജീവിച്ച ചില കാര്യങ്ങൾ അവബോധമില്ലാതെ അറിയാതെ വരുന്നതാണ് ഈ പാരന്റിങ് എന്നാണ് ശാസ്ത്രീയമായ കാര്യം. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ പാരന്റിങ് നമ്മളിലൂടെ നടന്നു പോവുകയാണ്, സംഭവിച്ചു പോവുകയാണ്. അതാണ് കാര്യം സംഭവിക്കുന്നത്. അപ്പോ അതില് തിരുത്തലുകൾ വരുത്തി മുന്നേറുമ്പോഴാണ് അത് നല്ലതാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സിന് ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്, ഈ ക്ലാസ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ചടക്ക രീതികള് തല്ലി വളർത്തണം കുഞ്ഞുങ്ങളെ അല്ലെ എന്നാണ് പറയുന്നത്. അതായത് അതെ, കുഞ്ഞുങ്ങളെ തല്ലി വളർത്തണം. ഇതേ പ്ലാറ്റ്ഫോമില് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യപ്പോ ഞാൻ അതിനെതിർത്തു. അത് ശാസ്ത്രീയമല്ലെന്ന് പറഞ്ഞു. ഇന്നേ വരെ തല്ലി വളർത്തിയ ഒരു കുഞ്ഞും നന്നായിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞു. ശാസ്ത്രീയമായ തെളിവ് അതിനുണ്ടെന്ന് പറഞ്ഞു. മാത്രമല്ല അതിന് ദോഷങ്ങളും വന്നിട്ടുണ്ട്. അത് ആ കുട്ടിക്ക് ദോഷം വരും. അതായത് നല്ല സാധ്യതയുണ്ട് മദ്യപാനിയാവാൻ. അതുപോലെ നല്ല സാധ്യതയുണ്ട് ആ കുഞ്ഞിന്റെ ജീവിതം അക്രമോത്സുകമാകാൻ. അപ്പോ ഇത് തല്ലിയല്ല കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു അവബോധം ഉണ്ടാകണമെങ്കിൽ കുഞ്ഞെന്താണെന്ന് അറിയണം, കുഞ്ഞിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയണം. അതിനനുസരിച്ച് നമുക്ക് പെരുമാറാൻ പറ്റും. നാം എമ്പതി അതിനെ കുറിച്ചൊക്കെ വല്ലാതെ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്താണ് കുഞ്ഞ്, ആ കുഞ്ഞ് അറിയാനുള്ള ഒരു ശ്രമമാണത്. അപ്പൊ ഞാൻ ഇനിയും എന്റെ സ്ലൈഡിലോട്ട് പോകട്ടെ. ഒരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോ വളരെ പതുക്കെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ആണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതേവരെ പറഞ്ഞു നിർത്തിയതിൽ ഒരു കാര്യമുണ്ട്. പാരന്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് സംഭവിച്ചു പോകുന്ന കാര്യമാണെന്ന് പറയുന്നു. അങ്ങനെയാണ് അത് പലപ്പോഴും അങ്ങനെ. അതാണ് നമ്മുടെ കൈവിട്ട് പോയിട്ട് അവബോധമില്ലാതെയാണ് പാരന്റിങ് നടക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണിത്, എന്താണ് പാരന്റിങ് ആയിട്ട് നമ്മൾ അറിയാതെ അവബോധമില്ലാതെ നമ്മളിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ വന്നു, അതിന്റെ പിന്നിൽ വല്ല ചരിത്രവുമുണ്ടോ? മനുഷ്യ വികസനത്തിന്റെ വിവിധ ദശകളാണ് തലമുറകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതാണ് ഒരു സത്യം. അപ്പൊ മനുഷ്യ വികസനം എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായിട്ട് വളർന്നിട്ട് അത് മുഴുവൻ അല്ലെ മരണം വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ മനുഷ്യ വികസനത്തിൽ വരും. അതാണ് കാര്യം. അപ്പോ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ? ഇപ്പോ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ചില കുടുംബങ്ങളിൽ ചില രീതികൾ അല്ലെ, കറക്റ്റ്. പക്ഷെ എനിക്ക് കൂടിയിട്ട് പൊതുവായിട്ടൊരു രീതിയുണ്ട്. ആ രീതി എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ തന്നെ നമുക്ക് അറിയാതെ അവബോധമില്ലാതെയുള്ള ഈ പാരന്റിങ് രീതിയിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് സ്വയം മനസ്സിലാക്കി തിരുത്താനും കൂടിയിട്ട് ഈ ക്ലാസ് ഉപകരിക്കണം എന്നും കൂടി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ
ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ഷെയർ ചെയ്തോട്ടെ, എന്റെ PPT ഷെയർ ചെയ്യാം. സോറി. കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല അല്ലേ? ഇല്ല. കാണുന്നുണ്ടോ? എന്റെ PPT കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചുള്ള വിഷയം. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇഗ്നോയുടെ പാഠ്യപദ്ധതിയുടെ പഠന സാമഗ്രിയാണ്. അതിനോടൊപ്പം മറ്റൊരു റെഫറൻസും കൂടി ഉണ്ട്. അപ്പൊ ഞാനിത് ഇഗ്നോ മാത്രം പോരല്ലോ. അപ്പൊ ഇതില് നല്ല ഒരു ബെസ്റ്റ് സെല്ലറായുള്ള ഒരു ബുക്കാണ് താഴെ എഴുതിയിട്ടുള്ളത്. ക്രിപ്ഷീറ്റ്, എമിലി ഓസ്റ്റർ എന്നൊരു അമേരിക്കൻ ബുക്കാണത്. അതിൽ പറഞ്ഞുള്ള പല കാര്യങ്ങളും ഞാനത് മുഴുവൻ വായിച്ചു. 320ഓളം പേജുള്ള ഒരു പുസ്തകമാണത്. അപ്പൊ അത് ഞാൻ മുഴുവൻ, ഇതാണ് ആ പുസ്തകം. ആ പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു. അപ്പൊ അതില് പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായ കാര്യം തന്നെയാണ്. അവര് പല ബുക്കുകളും ഇത് ചെയ്തിട്ട് വായിച്ചിട്ട് അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ആണ് ഇതിൽ പറഞ്ഞത്. ഇത് രണ്ടുമാണ് ഞാൻ ഇവിടെ റെഫർ ചെയ്തത്. അപ്പോ ഇത് അമേരിക്കൻ ബുക്കാണ്. അമേരിക്കയിലെ രീതികളിലോട് സാമ്യമുണ്ട്, എങ്കിൽ കൂടി അത് ശാസ്ത്രീയമാണ്. അത് തന്നെയാണ് ശാസ്ത്രീയത. അപ്പോ അത് അതും കൂടി ഞാൻ പറയുന്നുണ്ട്. ഇനി കുഞ്ഞിന്റെ, ഞാൻ പറഞ്ഞ മനുഷ്യ വികസനത്തില് നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ. ഈ തല്ലി വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല. ഞാൻ വേറെ ചില ക്ലാസ്സുകൾ എടുത്തപ്പോഴും എൻ്റെ അടുത്ത് വളരെ സമൂഹത്തിൽ വളരെയധികം നല്ല പേരുള്ള ആൾക്കാരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും നമുക്കറിയാം, ഒരു ജഡ്ജി അടക്കം പറഞ്ഞു ചൂരല് ഇല്ലാതായി പോയതാണ് പ്രശ്നമായത്. പക്ഷെ ഇപ്പൊ ശാസ്ത്രീയതയ്ക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കോർപ്പറൽ പണിഷ്മെന്റ് പാടില്ല എന്നൊക്കെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ലോകം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്നു, ജഡ്ജിയുടെ അടുത്ത് നിന്ന്, ജഡ്ജി കോടതി എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്, മനസ്സിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അപ്പൊ ജഡ്ജി അടക്കം പറഞ്ഞു അങ്ങനെ അല്പം കോർപ്പോറൽ അല്ലെങ്കിൽ ശാരീരികമായ ശിക്ഷ ഒക്കെ ആകാം എന്നൊക്കെ പറയണ്ടായി. അതേപോലെ തന്നെ പൊതുവെ പലരിലും ഈ വീക്ഷണമുണ്ട്. എങ്ങനെ ഈ വീക്ഷണം നമ്മളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇതിന്റെ ചരിത്രം എന്താണ്? ഈ മനുഷ്യ വികസനത്തിന്റെ കാര്യത്തിൽ, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ ചൈൽഡ് കെയർ അല്ലെങ്കിൽ പാരന്റിങ്, ഈ കാര്യത്തിൽ പണ്ട് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് അതിന്റെ ചെറിയ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നെ കേൾക്കുന്നുണ്ടല്ലോ ശരിക്കും അല്ലേ? കേൾക്കുന്നുണ്ടോ? ഒരു ഫീഡ്ബാക്ക് വേണമല്ലോ. കേൾക്കാം സാർ, കേൾക്കാം. കാണുന്നുണ്ടല്ലേ? എന്റെ സ്ലൈഡും കാണുന്നുണ്ടല്ലേ? സ്ലൈഡ് കാണുന്നില്ലേ? ആരും പറഞ്ഞു കേട്ടില്ല. സ്ലൈഡ് കാണുന്നുണ്ട്, സ്ലൈഡും കാണുന്നുണ്ട്, കേൾക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്നെയും കാണുന്നുണ്ട് അല്ലേ? അല്ലേ? അപ്പൊ വളരെ പണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കുറിച്ചും, കുഞ്ഞുങ്ങളെ അറിയാവുന്നതാണ് ഈ ക്ലാസിന്റെ ടോപ്പിക്. ഈ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ശരിയായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ശരിയായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, തികച്ചും തെറ്റായിട്ടുള്ള, തികച്ചും തിന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. അതില് ആദ്യഘട്ടത്തില് നമുക്കറിയാം, AD ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 500 തൊട്ടിട്ട് 1500 രൂപ, ഏറ്റവും മധ്യകാലഘട്ടത്തില്
അതിന് മുൻപേ നമുക്ക് വിവരങ്ങൾ അറിയില്ല. ഇതായിരുന്നു നമ്മുടെ ചിന്താഗതി. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വയസ്സ് തന്നെ എല്ലാ കുട്ടികളും പതിവായി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും കുട്ടികൾ ജീവിക്കുകയില്ലായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങളായിട്ട് ഒരു വൈകാരിക അടുപ്പം അച്ഛനമ്മയും പുലർത്തിയിരുന്നുണ്ടായിരുന്നില്ല. അപ്പോ പക്ഷെ അവിടെ കണ്ടിരുന്ന ഒരു ഏറ്റവും വലിയ ദോഷമായുള്ള കാര്യമാണ്, അതായത് മുതിർന്നവരെ പോലെ തന്നെയാണ് കുട്ടികൾ. അതിന്റെ മിനിയേച്ചർ, അതിന്റെ രൂപമാണ്. അപ്പൊ അവര് ആ മുതിർന്ന ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ചിട്ട് അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തി. തികച്ചും തെറ്റായ കാര്യമാണത്. അതിന്റെ തെളിവുകളാണ് അന്നത്തെ പെയിന്റിങ്ങുകളെല്ലാം നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മുതിർന്നവരെ പോലെ തുടക്കം മുതൽ പെരുമാറാൻ അവർ ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോ അതിലൊക്കെ എത്ര വലിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അന്നത്തെ ജനങ്ങൾക്ക് അത്രേ അറിയുള്ളായിരുന്നു. പിന്നെ ഇതായിരുന്നു അത് നമുക്ക് തെളിവ് കിട്ടിയിട്ടുള്ളത് അന്നത്തെ ചിത്രങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പൊ അതായിരുന്നു മധ്യകാലഘട്ടത്തിലെ അവസ്ഥ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് ഇപ്പോ നമ്മുടെ മനസ്ഥിതിയിൽ ഇന്നും നിലനിൽക്കുന്ന ചില കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നത്. ഇതാണ്, ഇങ്ങനെ ഒരു യുഗം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് പ്രീ ഫോർമേഷൻ എറ എന്ന് പറയുന്ന എറയിലത്തെ കാര്യമാണ്. പിന്നെ ആദിപാപ യുഗം പറഞ്ഞിട്ടൊരു യുഗം ഉണ്ടായിരുന്നു. അത് 16-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴൊക്കെ. അപ്പോ വളരെ മോശമായിട്ടുള്ള ചിന്താഗതി നമ്മളില് എങ്ങനെയോ വന്നു മനുഷ്യരില്. അതായത് പക്ഷെ ആ കാലഘട്ടത്ത് അതിനു മുൻപത്തെ കാലഘട്ടത്തെക്കാളിലും ഒരു ശാസ്ത്രീയമായ കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. അതായത് കുഞ്ഞുങ്ങള് മുതിർന്നവരെ പോലെ അല്ല ജനിക്കുന്നത്. അതായത് ആ മിനിയേച്ചർ രൂപമല്ല. പക്ഷെ ചില ഘട്ടങ്ങളുണ്ട് മനുഷ്യ വികസനത്തിന്. ശിശുക്കളിൽ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് വികസിച്ചു വരുന്നത് എന്ന ശാസ്ത്രീയ കാര്യം അവർ കണ്ടെത്തിയിരുന്നു. പക്ഷേ അവര് കണ്ടെത്തിയ ഏറ്റവും മോശമായ ഒരു കാര്യമാണ് ഒന്ന്, അതായത് പാപികളായിട്ടാണ് മനുഷ്യർ ഭൂമിയിൽ ജനിക്കുന്നത്. അതിന് ഒറിജിനൽ ശരിയായ ആദിപാപയുഗം എന്ന് പറയും. അപ്പൊ എല്ലാ കുട്ടികളും തിന്മയുള്ളവരാണെന്ന് പറയുന്നത്, ഈവിൾ സ്പിരിറ്റിന്റെ പ്രതിരൂപമായിട്ട്. അത് ശാഠ്യക്കാരാണ്, കളങ്കിതരാണ്. അതുകൊണ്ട് തന്നെ വളരെ കഠിനമായ പ്രവൃത്തികൾ വഴി അവരെ അച്ചടക്കം പറ്റും. അതിന്റെ ഒരു പണ്ട് നമുക്ക് തെളിവോടെ കിട്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതേ കാര്യം തന്നെ കുറച്ചും കൂടി വിശദീകരിച്ചിട്ടാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ പേരൻസ് സ്വേച്ഛാധിപത്യം, അവര് പറഞ്ഞത് കുട്ടികൾ കേട്ടേ തീരൂ. അത്തരീതി ആ രീതിയിൽ സ്വേച്ഛാധിപത്യത്തോടുള്ള കർശനമായ പാരന്റിംഗ് ടെക്നിക് നമുക്കറിയാം. നമ്മുടെ നാട്ടിലും ഇത് നടന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആശാൻ വള്ളിക്കൂടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അതിന്ന് നമ്മളിപ്പോഴും നല്ല രീതിയിൽ എത്തി. പക്ഷേ ഇപ്പോഴും നമ്മുടെ മനസ്സ് കുറേയൊക്കെ ഇതിലൊക്കെ കിടക്കണം. നമുക്കറിയാം ഈ ജീനുകൾ അല്ലെ, ജനിതകം, ഇതൊക്കെയാണ് നമ്മുടെ 80% സ്വഭാവം നിയന്ത്രിക്കുന്നത്. ശാസ്ത്രം കണ്ടെത്തിയുള്ള കാര്യമാണ്. ഈ ജനിതകത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലേക്ക് കാര്യങ്ങളാണ് കിടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, എന്നോട് പിന്നീട് ഇതിന് സമാധാനം പറഞ്ഞാൽ മതി. ഇപ്പോഴും തല്ലി വളർത്തുന്ന കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയുന്ന പാരന്റിങ് രീതിയാണ് ശരിയെന്ന് സമൂഹത്തിലെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും അംഗീകരിക്കപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്നു. ഈ ഇറയുടെ ഒറിജിനൽ സിൻ ഇറയുടെ ഒരു പ്രതിഫലനം തന്നെയല്ലേ ഇതെന്ന് ഞാൻ ചോദിക്കാണ്. ഒന്ന് ചിന്തിക്കണം. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ല, അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് മനുഷ്യർ ചിന്തിച്ചിരുന്നത്. പിന്നീടാണ് ജ്ഞാനോദയം ഉണ്ടാകുന്നത്. അതിന് എൻലൈറ്റ്മെന്റ് എറ എന്ന് പറയുന്നത്. അത് 17-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. ഞാൻ എന്തിനാണ് ഈ ചരിത്രം ഇവിടെ പറയുന്നത്? നമ്മുടെ മനസ്സിലുള്ള അബദ്ധങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള മനുഷ്യന്റെ ഈ വികസനം മനസ്സിലാക്കിയാലാണ്
നാം അനുവർത്തിച്ചു വരുന്ന അബദ്ധങ്ങൾ നമുക്ക് തിരുത്താൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അറിയാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് എല്ലാം പറയുന്നത്. അല്ലാതെ പുതുതായിട്ട് കാര്യം ആവശ്യമില്ലാതെ മനസ്സിലേക്ക് കുത്തിച്ചെലുത്തൊന്നുമല്ല. ഇത് അറിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ശരിയായി മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് മനുഷ്യ വികസനത്തെ ശരിയായിട്ട് അറിയാൻ കഴിയും. അപ്പൊ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു യുഗമാണ് ഇത്, എൻലൈറ്റ്മെന്റ് എറ എന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ട് അല്ലെ, ഇപ്പൊ 21-ാണല്ലേ നൂറ്റാണ്ട്. 17-ാം നൂറ്റാണ്ട് കാലത്തില് പുരോഗമനം വന്നു. വളരെ നല്ല മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ ജോൺ ലോക്കെ എന്നാണ്. അദ്ദേഹം ടാബുല രാസ എന്നൊരു ചിന്താഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. അതായത് അദ്ദേഹം ടാബുല രാസ പറഞ്ഞാൽ ശൂന്യമായ സ്ലേറ്റ് എന്നാണ്, ക്ലീൻ സ്ലേറ്റ് എന്നാണ് അർത്ഥം. കുട്ടികൾ ഒരു ക്ലീൻ സ്ലേറ്റ് ആണെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ എങ്ങനെ എന്തൊക്കെ അതിൽ എഴുതി ചേർക്കുന്നോ അതായി അവർ തീരും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്, ആ തത്വചിന്തകൻ കണ്ടെത്തിയത്. ഒരു കഠിനമായ ശിക്ഷ. അപ്പൊ എത്ര ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ പോയി. ആ ഒറിജിനൽ സിൻ എറയുടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആണ് ഈ ഒറിജിനൽ സിൻ എറ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ലോകം മുഴുവൻ നടപ്പായത്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം അതാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു തത്വചിന്തകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശിക്ഷയും ശാരീരിക പീഡനം തീരെ പാടില്ല. ഇന്നിപ്പോ ശാസ്ത്രം അതിൽ എത്തിത്തീർന്നേ, ശാസ്ത്രം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതാണ് കോർപ്പറൽ പണിഷ്മെന്റ് സ്കൂളുകളിലും. ഇപ്പൊ അമേരിക്കയിലാണെങ്കിൽ കുഞ്ഞിനെ അടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകും. അങ്ങനത്തെ നിയമമുണ്ട്. നമ്മൾ താമസിക്കാതെ നമ്മുടെ നാട്ടിൽ അത് വരേണ്ടത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഇത് അദ്ദേഹം അന്ന് ആ 17-ാം നൂറ്റാണ്ടിലെല്ലാം കണ്ടെത്തിയിരുന്നു. അപ്പൊ കൊടുക്കേണ്ടത് നല്ല കാശ് കൊടുക്കാനുള്ള കുട്ടികൾക്ക് വേണ്ട ഭക്ഷണം, കളിപ്പാട്ടം ഇതൊക്കെ കൊടുത്ത് പുകഴ്ത്തിയിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് അവരെ വളർത്തണം. പിന്നീട് 18-ാം നൂറ്റാണ്ടില് ഒരു ഫ്രഞ്ച് ചിന്തകൻ ജീൻ റൂസോ എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ഇത് പരിപൂർണമായി ശരിയല്ല. കുട്ടികൾ വെറും ശൂന്യ സ്ലേറ്റ് ആണ് എന്നല്ല. അതിനങ്ങനെ ആ കുട്ടീനെ അത്ര മോശമാക്കേണ്ട കാര്യമില്ല. അതല്ല സത്യം. അദ്ദേഹം കണ്ടെത്തി ഊർജസ്വലരാണ് കുട്ടികൾ, നമ്മളെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ് ജനിച്ചു വീഴുന്ന പിഞ്ചുവൈതങ്ങൾ. പാരന്റിങ് എന്നും പറഞ്ഞ് നമ്മൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോ ഒന്ന് സൂക്ഷിക്കണം. നമ്മളെ പാരന്റ് ചെയ്യാനുള്ള കഴിവടക്കമുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ നോബിൾ സേവേജ് എന്നൊരു വാക്ക് അധ്യാപിച്ചു. മഹാനായ കുള്ളൻ. നന്ന ചെറിയ കുഞ്ഞല്ലേ, ഇത്തിരി ചെറിയ കുഞ്ഞ് ഒരു മഹത്തായ കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് തെളിവോട്. അദ്ദേഹത്തിന്റെ വേറൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു. ഇത് ഇങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അന്ന് 17-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടാ. അപ്പൊ നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഒരു കുഞ്ഞ് ജനിക്കുന്ന ശരിയുടെയും തെറ്റിന്റെയും ഡിസ്റ്റിങ്റ്റീവ് ഇന്റലിജൻസിലാണ്, വ്യതിരിക്ത ബുദ്ധി. അതേ മലയാളത്തിലാക്കിയതാണ്. അങ്ങനെയാണെന്ന് പറയുന്നത്. ശരിയാണത്? ശരിയും തെറ്റും അറിയാൻ പറ്റുമോ കുഞ്ഞിന് ജനിച്ച ഉടനെ? ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരൊക്കെല്ലാം പറയുന്നത്, ഈ തത്വചിന്തകരെല്ലാം പറയുന്നത് വളരെ 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 ഒരു മനസ്സിനെ ആ രീതിയിൽ ചിന്തിച്ചുണ്ടാക്കിയിട്ട് സത്യം കണ്ടെത്തിയിട്ടാണ് അവർ പറയുന്നത്. അത് ശരി തന്നെയാണ്. ശരിയായിരുന്നു, അത് ശരിയാണത്. ഇപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ജനിച്ചുകൊടുത്ത കുഞ്ഞിന് ശരിയും തെറ്റും അറിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചിന്തിക്കുന്നതിനും ഫീൽ ചെയ്യുന്ന അവർക്ക് യുണീക്ക് വേസ് ഉണ്ടെന്ന്. നമ്മളെ പോലെ അല്ല നമ്മുടെ കുട്ടികൾ. എൻ്റെ മോനാണ്, എൻ്റെ മോളാണ് എന്ന് ചിന്തിക്കുമ്പോൾ എന്നെ പോലെ എന്നല്ലേ വരുന്ന മനസ്സിന്റെ ഇത്. എന്നാൽ അങ്ങനെയല്ല, യുണീക്കാണ്. അല്ലാതെ അവർ ചിന്തിക്കാനും ഫീൽ ചെയ്യണം, അവരുടേതായ രീതി അവർക്കുണ്ട്. അതുകൊണ്ട് കർശനമായ പരിശീലനം കുഞ്ഞിന്റെ അടുത്ത് വേണ്ട. അത് അവരുടെ ഇന്നേറ്റ് ഗുഡ്നെസ്സിനെ, ആന്തരിക നന്മയെ നശിപ്പിക്കും. ഇനി ഇത്തരം കാര്യങ്ങൾ നമ്മൾ എത്തിച്ചേർന്നു. ഇനി നമ്മുടെ ഇന്ത്യയുടെ, മഹത്തായ ഇന്ത്യയുടെ വീക്ഷണം എന്തായിരുന്നു പണ്ട് മുതലേ? പാശ്ചാത്യമായ വീക്ഷണങ്ങളാണ് പൊതുവേ നമുക്ക് എല്ലാ പുസ്തകങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്നത്.
അപ്പോ ഇന്ത്യയിൽ എന്തായിരുന്നു, എന്താണ് ഇപ്പോഴും ഇന്ത്യയിലെ വീക്ഷണം? ഇഗ്നോയുടെ സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾ ദൈവങ്ങളായിട്ടാണ് കുഞ്ഞുങ്ങളെ കരുതുന്നത്. അതുപോലെ കർമ്മഫല സിദ്ധാന്തം, ഇവിടുത്തെ എല്ലാ മതങ്ങളിലും കർമ്മഫലം, ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രിസ്തു മതമായാലും എല്ലാത്തിലും കർമ്മഫല സിദ്ധാന്തത്തിൽ ഇവർ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ എല്ലാ മതങ്ങളും, ഏത് മതങ്ങളായാലും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ കർമ്മഫലത്തില് കിട്ടിയ ദൈവ സമ്മാനങ്ങൾ, ദൈവം സമ്മാനമായി തന്നതാണ് കുഞ്ഞുങ്ങളെ. ജന്മം മുതലേ അവർ ഈ അച്ഛനും കഴിഞ്ഞ ജന്മം മുതലേ ബന്ധപ്പെട്ട ജന്മങ്ങളിലെ വിശ്വാസം ഉണ്ടല്ലോ അവർക്ക്. അതുപോലെ തന്നെ ഒരു കുഞ്ഞിലൂടെ ഒരു മനുഷ്യൻ പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, നമ്മുടെ ഓരോരുത്തരുടെയും വീക്ഷണം എന്താണ് കുഞ്ഞുങ്ങളെ കുറിച്ച്? ഉണ്ടോ? നമുക്ക് ഓരോരുത്തരും കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു വീക്ഷണം ഉണ്ടോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കുറിച്ച്? കുഞ്ഞുങ്ങളെ അവരെ ഒരു വ്യക്തിത്വത്തോടുകൂടി, അതൊക്കെ നമ്മുടെ എമ്പതി എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വീക്ഷണങ്ങൾ ഉണ്ടാകണം. എന്താണ് നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഒരു നിമിഷം നമ്മൾ ഈ ക്ലാസ്സിൽ എന്നെ വേണ്ടിയിട്ട് ഒന്ന് നമ്മള് കുഞ്ഞുങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? റോയ് സാറിന് പറയാമോ? റോയ് സാറിന്റെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങൾ എന്താണ് കുഞ്ഞുങ്ങൾ? എന്താണ് രോഹിത് സാറിന്റെ സ്വന്തം അഭിപ്രായം? ഇപ്പൊ ഈ ഇന്ത്യൻ ചിന്താഗതി അനുസരിച്ച് ശരിയാണ്, നമ്മളൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ് അല്ലെ? ഇതിലാണ് നമ്മുടെ സ്വന്തം കർമ്മഫലത്താൽ തങ്ങൾക്ക് ലഭിക്കുന്ന ദൈവസന്താനങ്ങളാണ്. അതൊക്കെ ശരിയാണെന്ന് തോന്നുന്ന സാഹചര്യമുള്ളത്. കഴിഞ്ഞ ജന്മം മുതലേ അവർ മുതിർന്നവരും കുഞ്ഞുങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ജന്മമല്ല എങ്കിലും കഴിഞ്ഞ കാല കാര്യങ്ങളും ഇപ്പോഴത്തെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അതെ അതെ, നമ്മൾ കുടുംബങ്ങളിലോട്ട് പോവാം. വ്യത്യസ്ത മതമാണെങ്കിൽ, ജന്മത്തിൽ വിശ്വസിക്കാത്ത മതങ്ങളാണെങ്കിൽ കുടുംബത്തിലോട്ട് പോയി. നമ്മുടെ കുടുംബത്തിൽ തന്നെ പണ്ടുണ്ടായിരുന്ന ആള്, അങ്ങനെ ആ രീതിയിലോട്ട് പോകും. സാറേ ഇങ്ങനെ പറയത്തില്ലേ, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്റെ കുഞ്ഞിലൂടെ നിറവേറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? കറക്റ്റ്, അവിടെയാണ് വരുന്നത്. ആ പുനഃസൃഷ്ടിക്കപ്പെടുന്നു. കുഞ്ഞ് മനുഷ്യൻ അവന്റെ കുഞ്ഞിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോ ഇത് ഏത് മതത്തിലായാലും ഇന്ത്യയിലെ വീക്ഷണം തന്നെയാണ്. ഓക്കെ, നമ്മള് ഓരോ ഘട്ടവും ആഘോഷമായിട്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ അത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില് വിവാഹത്തിനും അത്തരം മൂല്യങ്ങളുണ്ടല്ലോ. അനാവശ്യമായ ഡിവോഴ്സുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വിവാഹ ബന്ധങ്ങൾക്കും നമ്മൾ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും നമ്മൾ വളരെ മൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാ മതങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇന്ത്യയിൽ എന്ന്. ഓക്കെ, ഇനി രവീന്ദ്രനാഥ് ടാഗോർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകും, അതില് എല്ലാവരും അറിയുന്ന കാര്യമാണ്. അതായത് ഇത്തരത്തില് നമുക്ക് ഓരോ ചിന്താഗതിയുണ്ടോ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന്, ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്ന് എന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ട് ചിന്താഗതി ഉണ്ടോ? രവീന്ദ്രനാഥ് സാറിന് ചിന്താഗതി ഉണ്ടായത്, അതായത് സ്വാഭാവിക ചുറ്റുപാടില് ആണ് വളരാൻ, നാച്ചുറൽ ആയിട്ട് വേണം കുഞ്ഞുങ്ങൾ വളരാൻ എന്നാണ് പറയുന്നത്. അതിന്റെ നാച്ചുറൽ ആയുള്ള കാര്യങ്ങളെ അത് എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നന്നായി വളരുന്നതാണ്. അദ്ദേഹം ശാന്തിനികേതനം ഉണ്ടാക്കിയത് അത് ആ കാര്യത്തിൽ തന്നെ. പിന്നെ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതായത് നാം ഒരു തലമുറയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് മറ്റൊരു തലമുറയിലാണ് ജനിക്കുന്നത്. അപ്പൊ കൂടുതൽ പരിണാമം സിദ്ധിച്ച യുഗത്തിൽ ആ രീതിയിലേക്കാണ് ആ കുഞ്ഞ് ജനിച്ചിട്ടുള്ളത്. അപ്പോ നാം ചിന്തിക്കുന്നതിനനുസരിച്ചല്ല കുഞ്ഞുങ്ങൾ വളരേണ്ടത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യമെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊരു ചോദ്യം മഹാത്മാഗാന്ധിയാണ് വളരെ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴും കുട്ടികൾ മാതാപിതാക്കളോടൊപ്പം ആകണം എന്നുള്ളതാണ്. അവരാണ് ആദ്യ ഗുരുക്കന്മാർ, വീട് ആദ്യത്തെ വിദ്യാലയമാണ്. പിന്നെ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം, പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇല്ലാത്തത്. ഇപ്പൊ പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങും എന്തൊക്കെ ഉണ്ടായ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാം ഈ ചൈൽഡ് കെയർ എന്ന കാര്യം സ്കൂളുകളിൽ പഠിപ്പിക്കണം നന്നായിട്ട്. അപ്പോ ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട വിധം എല്ലാവരും അറിഞ്ഞിരിക്കണം, എന്നിട്ടേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു,
ഒരു ക്ലീൻ സ്ലേറ്റ് അല്ലെ, താബുലരാസ, ആ ചിന്താഗതിയായിരുന്നു ഒരു ഫിലോസഫറുടേത്. മറ്റൊരു ഫിലോസഫർ പറഞ്ഞത് എന്താണ്? നോബിൾ സേവേജ്, അത് ആന്തരിക നന്മയുള്ള എവിടെ കൂടിയാണ് കുട്ടികൾ ജനിക്കുന്നത് തന്നെ എന്നുള്ളതാണ്. പക്ഷെ മഹാത്മാഗാന്ധി ആന്തരിക നന്മയുള്ള ആ രീതി, ആ വീക്ഷണം തന്നെയാണ് അദ്ദേഹം അംഗീകരിച്ചത്. അപ്പോ നമ്മുടെ വീക്ഷണങ്ങള്, നമ്മുടെ ചിന്താഗതികള് കുട്ടികളെ അടിച്ചേൽപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. അവരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, അവരിലുള്ള യുണീക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചാണ് അവരെ വളർത്തേണ്ടതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. അതെ, അതാ പറഞ്ഞത്. ഒരിക്കലും കുട്ടികളെ മനസ്സിൽ നമ്മുടെ ചിന്താഗതി കുത്തി നിറച്ചുകൊണ്ട് അങ്ങനെ അവരെ വളർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾ നന്നായി വളരാതിരിക്കുകയേ ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു, ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറ ഉണ്ട് ഇന്നത്തെ. അതെന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്ന് ഇന്നേറ്റ് ഗുഡ്നെസ്, അതുപോലെ തന്നെ എൻവയോൺമെന്റ്. അതാണ് രണ്ട് കാര്യം പറഞ്ഞത്, അതല്ലേ? ഈ ടാബുല രാസ എന്നൊക്കെ പറഞ്ഞു, അതുപോലെ നോബിൾ സാവേജ് എന്നൊക്കെ പറഞ്ഞു. അതിന് തന്നെ നമ്മളിപ്പോ മനഃശാസ്ത്രം പഠിച്ചവർക്ക് അറിയാം, നേച്ചർ ഓർ നർച്ചർ അല്ലെ? ജനിച്ച എന്താണ് പറയാ, ജനിച്ചിട്ട് നമ്മുടെ അകത്ത് DNA, RNA, ജനിതകം അല്ലെ, അതൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അതാണ് ആന്തരിക നന്മ വരുന്നത്. അങ്ങനെ അതാണ് വരുന്നത് അല്ലെ, അതാണ് നേച്ചർ. പിന്നെ നമ്മൾ പരിപോഷിപ്പിക്കുന്നത്. പണ്ട് നമ്മുടെ ചിന്താഗതി നേച്ചർ മാത്രം മതി, അതാണ് ആ ചിന്താഗതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞതൊക്കെ, നീ കൂടുതൽ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് രണ്ടും മാത്രമല്ല, രണ്ടും ഒറ്റയ്ക്കല്ല, രണ്ടിനും തുല്യ പങ്കാണ് എന്നുള്ളതാണ് ആധുനികമായ ശാസ്ത്ര നിലപാട്. ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എങ്ങനെയാണ് ഈ ശാസ്ത്ര നിലപാടിൽ എത്തിയത്? അതിന് ചില ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഉൾപ്പെടുന്നതാണത് അത് തുടങ്ങിയത്. പിന്നെ ബേബി ഡയറീസ്, അതുപോലെ നമുക്ക് കുറെ ജനിച്ച കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു അതിന്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം നടന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് സ്കെയിൽ ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി വ്യത്യസ്ത ബുദ്ധിയോടുകൂടി കുട്ടികൾ പെരുമാറുന്നത് എന്തുകൊണ്ടെന്ന് അപ്പോഴേ മനസ്സിലായുള്ളൂ. പിന്നെ ഈ ചില ആൾക്കാർ നന്നായി പഠിച്ചു കുട്ടികളുടെ. ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ശാസ്ത്രീയ അടിത്തറയിലെത്തിയത്. ഇന്നൊന്ന് ഇന്റലിജൻസ്, ഇപ്പൊ ചാൾസ് ഡാർവിന്റെ ഇതാണ് പരിണാമ സിദ്ധാന്തമാണ്. പിന്നൊന്ന് ഈ ഇന്റലിജൻസ് സ്കെയില്, പിന്നറ്റ് അല്ലെ, നമുക്കറിയാം. അതൊക്കെയാണ് ഇതിന്റെ ഓരോ ഘട്ടങ്ങൾ. അതിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇന്നത്തെ ശാസ്ത്രീയ നിലപാടിലേക്ക് എത്തിയത്. ആ ശാസ്ത്രീയ നിലപാട് എന്താണെന്നുള്ളത് കൂടുതൽ വിശദീകരിക്കാൻ, അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതാണ്. ഈ മൈൽ സ്റ്റോൺ ഗ്രോസ് ആൻഡ് ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്സ് ഇൻ ഇൻഫൻസ്, ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണിത്? ഞാന് കൃത്യം 8 മണിക്ക് ക്ലാസ് നിർത്തും, എന്നിട്ട് നമുക്ക് ചർച്ചയിലോട്ട് പോകാം. എന്തെങ്കിലും ഇപ്പൊ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത്? ഈ ന്യൂ ജനറേഷൻ സമയത്ത് ഇത് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ആൾക്കാർ ഇത് സെർച്ച് ചെയ്യുന്നുണ്ട്, എന്താണ് ശരിക്കും ഓരോ പ്രായത്തിലും കുട്ടികൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ന്യൂ ജനറേഷൻ മാതാപിതാക്കൾ പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് ഇതേ രീതിയിൽ കുട്ടികള് വളർന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരാതിരിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇതിപ്പോ ഞാൻ ഒരു ചാർട്ടായിട്ട് ഇവിടെ എഴുതുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചറിയണ്ടേ. ഇങ്ങനത്തെ ഓരോ ഘട്ടങ്ങളിലും കുഞ്ഞിൽ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയാൻ, അതാണ് ഞാൻ ഇനി എന്റെ ക്ലാസ്സിൽ ലക്ഷ്യമാക്കുന്നത്. അപ്പോ അതാണ് ഇനി ഞാൻ കുറച്ചധികം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, കേൾക്കുന്ന നമ്മുടെ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ 2-3 ക്ലാസ്സും കൂടി എടുത്തിട്ട് ഓരോന്നും വളരെ വ്യക്തമായിട്ട്, വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ട് നമ്മുടെ പാർട്ടിസിപ്പേഷന് കൂടിയിട്ട്, ആൾക്കാരുടെ പാർട്ടിസിപ്പേഷന് കൂടിയിട്ട് വ്യക്തമാക്കാൻ. ഇത് നേരത്തെ എഴുതിയത് ഇംഗ്ലീഷിൽ എഴുതിയത് മലയാളത്തിലേക്ക് എഴുതിക്കണം, അല്ലാതെ മറ്റൊന്നുമില്ല. അത്
ഇതാണ് ഡെവലപ്മെന്റ് സ്റ്റേജുകൾ, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഇൻ ഇൻഫൻസ്. ഇഗ്നോന്റെ ചാർട്ടാണ്. ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. നമ്മുടെ കുട്ടികള്, നമുക്കുണ്ടായ കുട്ടികള്, നമ്മുടെ പേരക്കുട്ടികള് ഇതേ രീതിയിൽ തന്നെ ആയിരുന്നിരിക്കില്ല. പക്ഷെ ഇഗ്നോ പൊതുവെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം എന്നെ തിരുത്താം. അപ്പൊ എന്നെ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാം. അത് പറയുകയും ചെയ്യാം. ഞാൻ വ്യക്തമായിട്ട് ഇത് ഈ സ്ലൈഡ് വീണ്ടും കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ കാണിക്കാം. ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടായിരിക്കണം നമ്മൾ. എന്തൊക്കെ നമ്മുടെ കുഞ്ഞിനെ അറിയണമെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജുകൾ എപ്പോ സംഭവിക്കുന്നു നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമുണ്ട്. നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകട്ടെ എന്നും ആവശ്യമുണ്ട്. അപ്പോ വിശദീകരിക്കുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി വിശദീകരിക്കുന്നതിനെ കുറിച്ച്. ഇതിപ്പോ ഇതിന്റെ അകത്ത് ആദ്യത്തെ ഒരു പോയിന്റിൽ നേരെ പിടിച്ചാൽ തല നേരെ കുത്തനെ നിൽക്കുന്ന 6 ആഴ്ചക്കുള്ളിൽ, ഈ 6 ആഴ്ചക്ക് മുമ്പ് ചെയ്യുന്ന കുറെ പോയിന്റുകൾ പോലും ഇപ്പോൾ വളരെ കൃത്യതയോടുകൂടി ആളുകൾ വിലയിരുത്തുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ കണ്ണിന്റെ ചലനങ്ങളും എല്ലാം വളരെ അത് മാത്രം ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ആൾക്കാര് ഇപ്പൊ പുതുതലമുറ ഇതിനെക്കുറിച്ച് വളരെയധികം ബോധേടാണ്. അതെനിക്കറിയാം, നമുക്കറിയാം. അത് അവര് ഹോസ്പിറ്റലിൽ പ്രസവം തന്നെ ഹോസ്പിറ്റലുകളിലാവും. അപ്പൊ അവർക്ക് ഒരു പ്രസവത്തിന് മുന്നേ ഒരു ക്ലാസ് കൊടുക്കും. അപ്പോ അതിൽ ഇത് പഠിപ്പിക്കും. അങ്ങനെ എന്നിട്ട് അങ്ങനെ ആ രീതിയിൽ ഇത് അവര് പിന്നീട് ഓരോ വകുപ്പുകളിലോട്ടും കുഞ്ഞോട് പോകുമല്ലോ. അപ്പോ എന്നിട്ട് പീഡിയാട്രീഷ്യൻ അവര് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് പിന്നീടുള്ള എല്ലാ ടെസ്റ്റുകളും ഇന്ന ആഴ്ച ഇത്രയും കഴിഞ്ഞിട്ട് വരണം, കുട്ടീനും കൊണ്ടുവരണം. ഇതൊക്കെ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ സമയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ കുഞ്ഞിന് മെച്ചമാണ്. അതാണ് ഇത് അറിയേണ്ട കാര്യങ്ങൾ. സാബു സാറ് ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതി, ഡൗൺ സിൻഡ്രോം അല്ലെ, ഇത് അങ്ങനത്തെ പല കാര്യങ്ങളും കുട്ടികളുടേതായുള്ള മാനസിക പ്രശ്നങ്ങളും അത് ജനതിക പ്രശ്നങ്ങളും ഉണ്ടാകുന്ന അസുഖങ്ങൾ പല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. അവരുടെ ജീവിതത്തെ ബാധിക്കാതെ അത് കൊണ്ടുപോകാൻ കഴിയും. അതിന് നമ്മൾ അവെയർ ആകണം, നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇതിന്റെ പ്രധാനം. ഇത് ട്രിവാൻഡ്രം ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സാധനമാണ്. കാര്യം ഇത് ഞാൻ നേരത്തെ ഇഗ്നോന്റെ ഇതാണ് നേരത്തെ കാണിച്ചത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഈ ട്രിവാൻഡ്രത്തുള്ള മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുത്തെ കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് ഇപ്പൊ ഇന്ത്യ മുഴുവൻ ഇത് അഡോപ്റ്റ് ചെയ്തു. അത്രയും നല്ലതാണ് ഇത്. അത് താഴെ എഴുതിയിരിക്കുന്നത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കാൻ പഠിച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ ഓരോന്നിന്റെ കാര്യത്തിലും കാര്യത്തിലും അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കണ്ടാൽ മാത്രം മതി. ഇനി ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ? എന്താണ് റിഫ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ചിത്രം കൊടുത്തിട്ടുണ്ട്. റെസ്പോൺസ് ആണോ? റെസ്പോൺസ് അല്ല. ഇതറിയണം, കുഞ്ഞിനറിയാം. എന്താണ് റിഫ്ലക്സ് എന്ന് അറിയാതെ ഇരുന്നാൽ നമുക്ക് കുഞ്ഞിനെ അറിയുന്നേ ഇല്ല. ആരെങ്കിലും സ്ത്രീകളായിട്ടുള്ള ആരെങ്കിലും ഒന്ന് പ്രതികരിക്കുക. ഒരിക്കലും അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, ജെൻഡർ സെൻസിറ്റീവ് ആണ് വിഷയം. ആരെങ്കിലും സ്ത്രീകൾ കേൾക്കുന്നത് എന്ന് പ്രതികരിക്കുക. എന്താണ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? മലയാളത്തില് ബോധപൂർവമല്ലാത്ത പ്രതികരണം. ബോധപൂർവമല്ലാത്ത പ്രതികരണം. ആരെങ്കിലും സ്ത്രീകൾ ആരെങ്കിലും എന്ന് പ്രതികരിക്കാവോ? എന്താ റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികളുടെ റിഫ്ലക്സിനെ കുറിച്ച്? ആരും പറയുന്നില്ലല്ലോ. കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഇതാണ് ആദ്യം, റിഫ്ലക്സുകളാണ്. ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വെച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ വിലയിരുത്തുന്നത്. ഒരു പീഡിയാട്രീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ
അവര് ഇത് ഓരോന്നും ചെക്ക് ചെയ്യും. അത് ചെക്ക് ചെയ്യാ, അതെങ്ങനെയാണ് അവര് കുഞ്ഞ് ഓക്കെ ആണെന്ന് നോക്കണത്. അപ്പൊ ഇത് കുഞ്ഞിനെ അറിയണമെങ്കിൽ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് അത്യാവശ്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റിന്റെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മൈൽ സ്റ്റോൺ ഡെവലപ്മെന്റിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യമാണ് റിഫ്ലെക്സുകൾ. ചില സിദ്ധികൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്നേറ്റ് ഗുഡ്നെസ് അല്ലെ, ചിന്തിക്കുന്നതിലും ഫീൽ ചെയ്യുന്നതിലും എല്ലാം തികച്ചും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതെന്ന് പറഞ്ഞു. അവരിലൊരു ആന്തരിക നന്മയുണ്ട്, അതൊക്കെ ചില ഫിലോസഫേഴ്സൊക്കെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ചില സിദ്ധികൾ അവരിലുണ്ട്. അത് അതിനാണ് നമ്മൾ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അവരിപ്പോ ജനിച്ചു വീണ നവജാത ശിശു, നിയോ നാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, അത് ആ കുട്ടിക്ക് അവളുടേതായിട്ടുള്ള ചില കഴിവുകളുണ്ട്. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ്. ഒരു പ്രധാനപ്പെട്ട റൂട്ടിൻ റിഫ്ലെക്സ് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വായുടെ ഒരു വശം തൊട്ട് കഴിഞ്ഞാൽ അതൊന്ന് തൊട്ട് നോക്കിയാൽ അറിയാം ജനിച്ച കുട്ടിയാണ്. അപ്പോ തലോട് ചെയ്താൽ തല തിരിച്ചിട്ട് വായ തുറക്കുന്നുണ്ടാണ്. അതങ്ങനെ ചെയ്യണം ജനിച്ചു വീണ കുഞ്ഞ്. അതിന്റെ വായലേക്ക് ആത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സിദ്ധിയാണ് അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആ റിഫ്ലെക്സ് ഉണ്ടെങ്കിൽ തന്നെയാണ് ആ കുഞ്ഞ് ശരിയായിട്ടുള്ള ആരോഗ്യമുള്ളതും ശരിയായിട്ടുള്ള കുഞ്ഞ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു റിഫ്ലെക്സ് ആണ് സക്കിംഗ് റിഫ്ലെക്സ്. വിരലോ നിപ്പിളോ വായിൽ വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ കുടിക്കും. അത് ആ കഴിവ് ജനിച്ച ഉടനെ കുഞ്ഞിനുണ്ട്. 4 മാസമായി കഴിഞ്ഞാൽ ആ കഴിവ് പോവുകയും ചെയ്യും കുഞ്ഞിന്റെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇത് ബോധമില്ലാതെ അവബോധമില്ലാതെയാണ് കുഞ്ഞ് ചെയ്യണത്. വളർന്നു കഴിഞ്ഞാൽ ബോധത്തോട് കൂടി ചെയ്യാം. അതായത് വിശന്നാലും വിശന്നില്ലെങ്കിലും നിപ്പിൾ വായിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ വലിച്ചു കുടിച്ചെന്നിരിക്കാം. അല്ല, അത് കറക്റ്റ്. അതാണ് മനസ്സിലാക്കുന്നത് സക്കിംഗ് റിഫ്ലെക്സ്. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തണം കേട്ടോ. കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളതും വളർത്തിയതും നിങ്ങളാണ്. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന അമ്മമാരോടും സഹോദരിമാരോടും ഞാൻ പറയുന്നത്, ഒരു യൂണിവേഴ്സിറ്റി തന്ന കാര്യങ്ങൾ അതുപോലെ ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. എനിക്ക് പരിചയമൊന്നുമില്ല ഈ കാര്യങ്ങളിൽ, എങ്കിലും ഞാൻ പറയുന്നത് ശരി തന്നെയാണ്. അത് പരിപൂർണ്ണ ബോധ്യമുണ്ട്. അത് സക്കിംഗ് റിഫ്ലെക്സ്. അതാണ്. ഇനി മോറോ റിഫ്ലെക്സ് എന്ന കാര്യമുണ്ട്. കുട്ടികൾ പെട്ടെന്ന് ഞെട്ടും, കൈകാൽ വിടർത്തി എറിഞ്ഞ് ഉറക്കെ കരയും. എന്തെങ്കിലും വലിയ ശബ്ദം കേട്ടാലൊക്കെയാണ് ചലനം, എന്തെങ്കിലും വ്യത്യസ്തമായ ചലനം, ഫ്രീക്വൻസി, വളരെ ഫ്രീക്വൻസി ഉള്ള ശബ്ദങ്ങളൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഞെട്ടി. ഈ ഞെട്ടുന്നത് പേടിച്ചിട്ടല്ല കേട്ടാ, ഇത് പേടിച്ചിട്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കുഞ്ഞ് പേടിച്ച് കിട്ടുന്നല്ല, കുഞ്ഞിന്റെ റിഫ്ലെക്സ് ആണത്. റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്ന അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിന് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് റിഫ്ലെക്സ്. ഈ റിഫ്ലെക്സുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ക്ലിയർ ആണ്. നമുക്ക് ഈ വളർന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടേതായുള്ള റിഫ്ലെക്സ് ഉണ്ട്. വിരല് നേരെ കൊണ്ടുവന്നിട്ട് കണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് താനെ അടയും. അതിനാരും നമ്മൾ ബോധപൂർവം അല്ല ചെയ്യുന്നത്, നമ്മൾ അടയ്ക്കണ്ടെന്ന് വിചാരിച്ചാലും കണ്ണടക്കും. ഇതാണ് റിഫ്ലെക്സ്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ആ എക്സാമ്പിൾ കൊടുത്തുള്ള കാര്യം നിർത്തി നോക്കിയേ. നമ്മൾ ഒരു കുഞ്ഞിന്റെ അടുത്ത് മുതിർന്ന ആൾക്കാർ ഒരിക്കലും ഒച്ചയിടരുത്. ഒച്ചയിട്ട് കഴിഞ്ഞാൽ ജനിച്ചു വീണ കുഞ്ഞാണെങ്കിൽ തന്നെ മുതിർന്ന വ്യക്തി ഒച്ചയിട്ട് സംസാരിച്ചാൽ ആ കുഞ്ഞിന്റെ മനസ്സ് ഡിസ്ട്രെസ്സിലോട്ട് പോകും, ദുരിതത്തിലേക്ക് പോകും. ശാസ്ത്രീയവും സത്യവും. അതുപോലെ തീ കത്തുന്ന ശബ്ദം, പാമ്പ് ചീറ്റുന്ന ശബ്ദം, ഇത് മൂന്നും കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞെട്ടിയിട്ട് ഈ രീതിയിലോട്ട് കുഞ്ഞു പോകും. അതിന് മോറോ റിഫ്ലെക്സ് പറയും. ഇത് 2 തൊട്ട് 6 മാസം വരെ ഇതുണ്ടാവും. അതിന് ശേഷം ഇത് ഇല്ലാതാവും. അതെങ്ങനെ ഇല്ലാതാവും, എന്തായിട്ട് ഇല്ലാതാവും, ഇതും നമുക്കറിയാൻ കഴിയും. ഇതിനൊക്കെ ചില അടിസ്ഥാനങ്ങളുണ്ട്.
പിയാഗെറ്റ് എന്നൊക്കെ പറഞ്ഞ പല ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് ഗവേഷണം നടത്തിയിട്ട് തെളിവോട് കൂടിയിട്ട് ഇതെന്താണെന്നും ഇത് എന്തിനാണെന്നും ഇത് എന്തായിട്ടാണ് മാറുന്നത് എന്നും ഈ മാറ്റത്തിന്റെ ഘട്ടങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നും വ്യക്തമായിട്ട് ഗവേഷണത്തോട് കൂടിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്താണ് പ്ലാന്റാർ റിഫ്ലെക്സ് ആൻഡ് ബേബിൻസ്കി റിഫ്ലെക്സ്. കുഞ്ഞിന്റെ കാലിന്റെ അട്ടിയില് ചെറുതായിട്ട് ആ വിരലിന്റെ അഗ്രം കൊണ്ടൊന്ന് തലോടി കഴിഞ്ഞാൽ തള്ളവിരൽ മുന്നോട്ട് പോകും, മറ്റു വിരലുകൾ താഴോട്ട് പോകും. ഇതിനെ പ്ലാന്റാർ റിഫ്ലെക്സ്, ബേബിൻസ്കി റിഫ്ലെക്സ്. പിന്നെ റിഫ്ലെക്സുകള് സ്റ്റെപ്പ് റിഫ്ലെക്സ്, നേരെ നിർത്തിയാല് 1-2 സ്റ്റെപ്പ് അങ്ങ് എടുക്കും. അതായത് ബ്രസ്റ്റിന്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ടുള്ളത്. അത് അങ്ങനെ ഒരു കഴിവുണ്ട് കുട്ടികൾ. ഈ കഴിവുണ്ടോന്ന് പേഡിയാട്രീഷ്യന്മാർ ചെക്ക് ചെയ്യും. കുട്ടിയെ പരിശോധിക്കാൻ കൊണ്ടു ചെന്നാൽ അവർ ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് നിലനിൽക്കണമെങ്കിൽ 3 to 4 വയസ്സ് വരെ, മാസം വരെ നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞത് പോകും. ഈ വിരല് കൂട്ടിപ്പിടിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. വിരല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കൂട്ടിപ്പിടിക്കും. പിന്നെ ടോണിക് നെക്ക് റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇത് തല ചെരിച്ചിട്ട് ഒരു കൈ ചുരുട്ടി മറ്റേ കൈ നീട്ടിയിട്ട് കിടക്കുന്ന ഒരു രീതിയുണ്ട് അവർക്ക്. അത് സേഫ് പൊസിഷനിലാണ്. അതിനാണ് അതിന്റെ കാര്യം. അപ്പൊ എന്തിനാണ് ഈ റിഫ്ലെക്സുകൾ? എന്തിനാണ് കുഞ്ഞുങ്ങൾക്ക് റിഫ്ലെക്സുകൾ ഉള്ളത്? നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് റിഫ്ലെക്സ്. ഇതാണ് മനസ്സിലാക്കുന്നത്. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതായിട്ടുണ്ട്. ഇത് ഉണ്ടോ ഇല്ല എന്ന് മാത്രമല്ല, കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഇത് മാറുന്നില്ലേ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ വിശദമായിട്ട് പറയാം. അത് എങ്ങനെയാണ് മാറുന്നത്, എന്തായിട്ടാണ് മാറുന്നത്, ഇതെല്ലാം ഞാൻ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുകയും ചെയ്യാം. അങ്ങനെയുള്ള ഓരോ രീതിയിലുള്ള കുഞ്ഞിന്റെ വളർച്ച ശാസ്ത്രീയമായത് എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തികച്ച അർപ്പണ ബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടണം, കുഞ്ഞുങ്ങൾ നന്നായിട്ട് വളരണം, കുടുംബങ്ങൾ നന്നാവണം. പഠിച്ചത് ഫാമിലി തെറാപ്പിയാണ്. അത് യൂണിവേഴ്സിറ്റി വയസ്സാം കാലത്ത് ഞാനത് പഠിച്ചത് സമൂഹത്തിന് ഉപകാരപ്പെടണം എന്ന് വെച്ചിട്ടാണ്. എനിക്ക് പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലല്ല എന്ന് വ്യക്തമാക്കണം. സമൂഹത്തിന് ഉപകാരപ്പെടുക. അതുപോലെ എന്നെ പോലുള്ള കുഞ്ഞുങ്ങൾ, അല്ലെ, ഇപ്പോഴും ഒരു കുഞ്ഞായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നാണ് എനിക്ക് മനസ്സിന്റെ അകത്ത്. അപ്പോ ആ കുഞ്ഞുങ്ങൾക്ക് നന്മ വരിക, ഇതില് ആ വരൊക്കെ ഉദ്ദേശം വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ തിരുത്താൻ ഗിരിജാവ് എന്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ തെറ്റ് വരാൻ സാധ്യതയില്ല. കാരണം ഇത് ശരിക്കും ഗവേഷകരുടെ, അതുപോലെ തന്നെ പഴയ ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ തെറ്റിതിരുത്തിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ റെഫറൻസോട് കൂടി പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് റിഫ്ലെക്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കുറെ കഴിഞ്ഞാൽ മാറണം റിഫ്ലെക്സ്, അത് മനസ്സിലാക്കണം നമ്മൾ. പിന്നെ കുട്ടികളുടെ ശാരീരിക വികസനം പെട്ടെന്ന് നമുക്കൊന്ന് ആലോചിച്ച് ചോദിച്ചാൽ, ഒരു കോശത്തിൽ നിന്നാണ് 9 മാസം കൊണ്ട് അത് കുഞ്ഞായിട്ട് വികസിക്കുന്നത്. അത് പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അത് അതിനെക്കുറിച്ചൊക്കെ അതിന് ആ രീതിയിലൊക്കെ ഞാൻ പ്രസവത്തിന് മുന്നേയുള്ള ഘട്ടങ്ങളെ കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പാരന്റിങ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രസവത്തിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്യാം. 2 വയസ്സ് വരെ, അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. 1 വയസ്സ്, കുഞ്ഞിന്റെ 1 വയസ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 വയസ്സ് വരെ എങ്ങനെ കുഞ്ഞിനെ നോക്കുന്നു, അതിനനുസരിച്ചാണ് അതിന്റെ ബുദ്ധി, അതിനനുസരിച്ചാണ് അതിന്റെ ജീവിതം എന്നാണ് സത്യം. അപ്പോ പിയാഗെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ പ്രധാനപ്പെട്ട 3 റിഫ്ലെക്സുകൾ പറയുന്നുണ്ട്. വായിലെ വസ്തുക്കളെ വലിച്ചെടുക്കും. ഈ സാധാരണ അറിയാമല്ലോ ഈ ശാസ്ത്രജ്ഞനെ കുറിച്ച്. പിയാഗെറ്റ് എന്ന് പറഞ്ഞ ആള്, അതായത് ചൈൽഡ് ഡെവലപ്പ്, ശിശു വികസനത്തില് വളരെ നല്ല ഒരു കൺസെപ്റ്റ്, ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ള മനഃശാസ്ത്രജ്ഞനാണ് അദ്ദേഹം.
പലരും പല ശിശു വികസന സിദ്ധാന്തങ്ങളും തിയറികളും ഉണ്ട്. അതില് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി കൊണ്ടുവന്നുള്ള ആളാണ്. അപ്പോ ഇദ്ദേഹം 3 വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. കണ്ണുകൾ ഉപയോഗിച്ച് ചലിക്കുന്ന ഒരു അസ്വസ്ഥ പിന്തുണ. ഇതൊക്കെ ചെറുപ്പം ജനിച്ചുകൊണ്ടുണ്ടാവുന്നുണ്ട് അല്ലെ. ഒരു വസ്തു കൈപ്പറ്റുമായി സമ്പർക്കുമ്പോൾ കൈ അടക്കില്ലേ, അത് ഞാൻ പറഞ്ഞു അല്ലെ. അത് നേരത്തെ പിക്ചറിൽ തന്നെ കാണിച്ചു. ഇവിടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും ശിരസിന് അല്പം കൂടി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഇത് റിഫ്ലക്ഷൻ എന്നല്ല, ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഓരോ കുഞ്ഞുങ്ങൾ വളരുമ്പോഴും അതിന് എങ്ങനെ വളരുന്നു എന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ പോകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ 8 മണിയായി, നിർത്തിക്കോട്ടെ. ഇനി എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോരെ? മതി സാർ, അടുത്ത ക്ലാസ് മതി. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അപ്പോ എന്തെങ്കിലും ഈ സ്ലൈഡുകളിൽ ഏതെങ്കിലും ഗിരിജാമാമിന് ഒന്ന് ഒരു അവസരം കൊടുത്തോളൂ, കാരണം മാമൻ തിരക്കുണ്ടെന്ന് പറയുന്നു. ആരാ? ഗിരിജാമാം പോകാൻ തിരക്കുണ്ടെന്ന് പറയുന്നു. ഗിരിജാമാം വരും. ഞാൻ എങ്ങനെയാണെങ്കിൽ ഈ സ്ലൈഡ് സ്റ്റോപ്പ് ചെയ്തോട്ടെ. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, വരൂ ഗിരിജാം, വരൂ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഗിരിജാമാം അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ. എന്റെ കൂടെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഗിരിജാമ. ഹോസ്പിറ്റലായതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതാണ്. ഓക്കെ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വളരെ മനോഹരമായ ഒരു സെഷൻ. എനിക്ക് തോന്നുന്നില്ല, എൻ്റെ ഓർമ്മയിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല. സാർ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യത്തെ ഒരു ഒറിജിനൽ സിനിറ, അതിനെക്കുറിച്ച് നമുക്ക് വളരെ ബോധമുണ്ട്. പ്രത്യേകിച്ച് റിലീജിയസ് തലത്തിലൊക്കെ ആ ഒരു കോൺസെപ്റ്റ് പറയാറുണ്ട്. വളരെ അടിച്ചമർത്തപ്പെട്ട ഒരു ബാല്യത്തിൻ്റെ കഥമാണ്. ടാബുല റാസ, ശൂന്യമായ സ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദെൻ ജീനിൻ്റെ കറസ്പോണ്ടിങ് ആയ ഊർജ്ജസ്വലരായ കുട്ടികൾ, നോബിൾ സാവേജ്, യുണീക്ക് വേസ്. ഇന്ത്യൻ കോൺസെപ്റ്റ് വളരെ ക്ലാരിറ്റി ഉണ്ട്. കർമ്മഫല സിദ്ധാന്തം സാർ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ദൈവങ്ങളാണ് എന്നുള്ള സങ്കല്പം. ടാഗോർ പറഞ്ഞു അവർക്ക് എല്ലാ നാച്ചുറൽ വേസും വേണം. മഹാത്മാഗാന്ധി പറയുന്നത് കുട്ടികൾ പഠിക്കുന്ന ആദ്യത്തെ പാഠപുസ്തകമാണ് മാതാപിതാക്കൾ. പക്ഷെ ആ പാഠപുസ്തകം മുഴുവൻ തെറ്റാണ് എന്നുള്ളതാണ് സംഗതി. കാരണം അവർ പഠിക്കുന്നത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാണ്. പിന്നെ സാറ് പറഞ്ഞു നോൺ വെർബൽ ക്യൂസ് അറിയാത്ത ഒരാളും ആദ്യ വർഷത്തിൽ കുട്ടികളെ നോക്കുക പോലും ചെയ്യരുതെന്ന്. നോൺ വെർബൽ ക്യൂസ് മോശമായിട്ടുള്ള ആൾക്കാർ അടുത്തേക്ക് പോകരുത്. അതെ, വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ റിഫ്ലക്സിന്റെ കേസ് സാർ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് കരച്ചിൽ ഒരു റിഫ്ലക്സ് ആണ് അല്ലെ. കരയുന്നത് കരച്ചിൽ റിഫ്ലക്സ് അല്ല സാറേ. കരച്ചിൽ ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, ഒരു മോറോ റിഫ്ലക്സ്. ഓക്കെ, എനിവേ താങ്ക് യു വളരെ സാർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, വളരെ രസകരമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്തുണ്ട്, ഒത്തിരി ചിന്തിക്കേണ്ടതുണ്ട്. താങ്ക് യു സാർ. രാജേന്ദ്രൻ സാർ പറയും, അൺമ്യൂട്ട് ചെയ്തു. താങ്ക് യു സാർ. വിജയരാമ സാർ, ക്ലാസ് വളരെ മനോഹരമായിരുന്നു. വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത്. വിജയരാമ സാർ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ സത്യമായ കാര്യങ്ങൾ മാത്രമാണ്. സത്യമല്ലാത്തതൊന്നും തന്നെ സാർ പറഞ്ഞിട്ടില്ല. ഇതിനോട് അനുബന്ധിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. സാർ ആദ്യം തന്നെ ശിശു പരിചരണത്തിലാണ് തുടങ്ങിയത്. ജനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 1-2 വർഷത്തെ കാര്യങ്ങൾ. ശിശു പരിചരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് ഒരു ദമ്പതി, അത് അച്ഛനും അമ്മയും ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ശിശു പരിചരണം തുടങ്ങേണ്ടത്. കാര്യം, ഒരു ഡോക്ടർ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ ആ മാതാവ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ആദ്യം കുറിക്കുന്നത് അയൺ ആൻഡ് ഫോളിക് ആസിഡ് എന്ന ടാബ്ലറ്റ് ആണ് ആദ്യം കൊടുക്കുന്നത്. പക്ഷേ അത് ഡോക്ടർ അപ്പോൾ കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമാണ് ഈ ദമ്പതിമാര് ഡോക്ടറുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ കുറിക്കുന്നത്. ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കാൻ പറയും. ആദ്യം 30 ദിവസത്തേക്കാണ് കൊടുക്കുക.
പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അപ്പോഴല്ല കൊടുക്കേണ്ടത്. നമുക്കൊരു കുഞ്ഞ് ജനിക്കണമെന്ന് നാം ആ ദമ്പതിമാര് ഭാര്യ അവര് കപ്പിൾസ് എന്ന് തീരുമാനമെടുക്കുന്നുവോ അന്ന് മുതൽ ഈ ടാബ്ലറ്റ്സ് കഴിക്കണം, ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. കാര്യം എങ്കിൽ മാത്രമേ ആ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ തലച്ചോറിന്റെ ശരിയായ വളർച്ചയും ബുദ്ധിശക്തിയും കാര്യകാരണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ മാതാവ് ഗർഭിണി ആകുന്നതിന് മുമ്പ് കഴിക്കണം. നമ്മൾ ഒരു വാഴ കുലച്ച് കഴിഞ്ഞ് അതിന് വളം വയ്ക്കുന്നതും ആ വാഴയുടെ ചെറിയ തൈ നട്ട് വളം വയ്ക്കുന്നത് എങ്ങനെയാണോ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ കുട്ടിയുടെ ബുദ്ധി വികാസത്തിന് ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ് ഫോളിക് ആസിഡ്, അതേപോലെ തന്നെ ഈ അയൺ. അപ്പോൾ തൊട്ടാണ് ഇത് തുടങ്ങേണ്ടത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം ശിശുപരിണത കാലത്ത് നമ്മൾ വളരെ പണ്ട് തന്നെ കുട്ടികളെ അങ്ങനെ തന്നെ കണക്കാക്കിയിരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ദൈവത്തിന്റെ വരദാനം തന്നെയാണ് കുട്ടികൾ, ഒരു സംശയമില്ല. പണ്ട് കുട്ടികൾ നടക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കള് ചക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. മിക്കവാറും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു മടല് തുളച്ച് വടി കെട്ടി കയറ് കെട്ടിയിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ചക്ക് പോലെ, കുട്ടിക്ക് നടക്കാനുള്ള റെസ്പിൻസ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ അത് മാറ്റം ഒത്തിരി വന്നിട്ടുണ്ട്. കാര്യം ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ടോയ്ലറ്റ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ബ്രഷ് ഉണ്ട്, അങ്ങനെ അവർക്ക് സ്പൂണുണ്ട്, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സോപ്പുണ്ട്, ഓയിലുണ്ട്, വളരെയധികം പരിചരണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴയ കാലത്തും അന്നത്തെ സാധ്യമായ പല രീതിയിലും ഒക്കെ കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ പേരന്റിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ പേരന്റിങ് ഇപ്പോഴത്തെ പേരന്റിങ് തമ്മിൽ വളരെയധികം വ്യത്യാസമാണ്. ഇപ്പോൾ വേണ്ടത്, ഈ കാലഘട്ടത്തിന് വേണ്ടത് ജെന്റിൽ പേരന്റിങ് തന്നെയാണ്. ജെന്റിൽ പേരന്റിങ് എന്ന് പറഞ്ഞാൽ സൗഹൃദപരമായ ഇടപെടലാണ് വേണ്ടത്. എന്നാൽ ഒരു റഫറിയെ പോലെ ആയിരിക്കണം മാതാപിതാക്കൾ. ഫുട്ബോൾ കോർട്ടിൽ റഫറി പന്തിന്റെ ഒപ്പം ഓടുകയാണ്. റഫറിക്ക് പന്ത് അടിക്കാനുള്ള അവകാശമില്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഉള്ളൂ. തെറ്റ് കണ്ടാൽ ബിസിലടിക്കാൻ മാത്രമേ മതിയുള്ളൂ. പക്ഷെ പന്തിന്റെ ഒപ്പം ഓടിയിരിക്കണം റഫറി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അവരുടെ ഒപ്പം നാം കാണണം, അവരെ നിതാന്തമായിട്ട് ശ്രദ്ധിക്കണം, ഫൗള് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള പേരന്റിങ്ങിലും ഒക്കെ ഒത്തിരി മാറ്റമുണ്ട്. അതുപോലെ സാർ പറഞ്ഞ നല്ല കാര്യമാണ് റിഫ്ലക്സിന്റെ കാര്യമൊക്കെ. കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവർ കുട്ടിയുടെ ഈ വശത്ത് നിന്നിട്ട് ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഞൊടിച്ച് കാണുമ്പോൾ കുട്ടി അങ്ങോട്ട് തിരിയുന്നുണ്ടോ, ഒരു പാട്ട് കേൾപ്പിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസം, ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയാറ് അതാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ സാർ വളരെ മനോഹരമായിട്ട് അതൊക്കെ പഠിച്ചു. പിന്നെ എന്ന് പറഞ്ഞാൽ അനുഭവപാഠം, ഏറ്റവും കൂടുതൽ കുട്ടികൾ അനുഭവപാഠത്തിലൂടെയാണ് കാര്യം മനസ്സിലാക്കുക. ഞാൻ ഇന്നൊരു കാഴ്ച കണ്ട്. ഇന്നൊരു ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്കും ഒരു കുഞ്ഞു കുട്ടി, അതായത് 9 മാസം പോലും ആയിട്ടില്ല, നടന്ന് 8 1 മാസം ആയിട്ടുള്ളെന്ന് തോന്നുന്നു. ആ കുട്ടി അതിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ചെവിയോട് ചേർത്ത് വെച്ച് അത് എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മുഴുവൻ അമ്പലത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. ഞാനത് കുറെ നേരം നോക്കി നിന്നു. അതും ഒരു റിഫ്ലക്സ് ആണ്. കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ കുട്ടികൾ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. പിന്നെ അനുഭവത്തിൽ നിന്നൊരു പഠിക്കുന്നുണ്ട്. പണ്ട് നമ്മളൊക്കെ എല്ലാം അറിയാവുന്നൊരു കഥയാണ്. ഗുരുകുലത്തില് അവസാന ഗുരു പറയുന്നുണ്ട്, ശിഷ്യനോട് പറയുന്നുണ്ട്, നീ വെളിയിലേക്ക് ചെന്നിട്ട് ഒരു പ്രയോജനമില്ലാത്ത ഒരു സസ്യം പറിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. വൈകിട്ട് വരെ നടന്നിട്ട് ആ ശിഷ്യൻ വെറും കൈയോടെ നടന്നു വന്നു. അപ്പോഴത് മനസ്സിലായ പ്രകൃതിയുടെ ഗുണം. അപ്പൊ ഈ ഭൂമുഖത്ത് പ്രയോജനമില്ലാത്ത ഒന്നിനെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള അറിവ് അവസാനമായി പകർന്നു കൊടുത്തത്. അപ്പൊ അനുഭവത്തിൽ നിന്നും ഒക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആഘോഷം, സാർ എല്ലാ കാര്യവും ടച്ച് ചെയ്ത്. ആഘോഷം ശരി തന്നെയാണ്. നമ്മൾ മൃഗങ്ങളെയും കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് അവരുടെ ഓരോ നിമിഷവും ആഘോഷിച്ചിരുന്നു. പെട്ടെന്ന് നിർത്തിയേക്കാം. എൻ്റെ വീട്ടിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ വീട്ടിൽ പശുവൊക്കെ വളർത്തുമായിരുന്നു പണ്ട്.
അപ്പോൾ അതിന്റെ ഓരോ പശുവും അതിന്റെ കിടാവ് ജനിച്ചു കഴിഞ്ഞാൽ അതിനെ പേരിടുന്നൊരു കർമ്മം ഉണ്ടായി കുട്ടികളെ പോലെ തന്നെ. കാടനൂട്ട് എന്നൊരു പേരാണെന്ന് നാട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ ആ ദിവസം 7 കുളത്തിലെ മണ്ണ് പ്ലാവിൻ്റെ ഇലയിൽ ഒരു ഓല കൊണ്ട് ചെറിയൊരു തട്ടം പോലെ ഉണ്ടാക്കിയിട്ട് 7 കുളത്തിലെ മണ്ണ് ആ പ്ലാവില കുത്തി വച്ചിട്ട് അതിൽ തിരി തെളിച്ചിട്ട് പശുകിടാവിനെ സന്ധ്യാസമയത്ത് വിളക്കിന്റെ മുന്നിൽ നിർത്തിയിട്ട് ആരതി ഒഴിയും. അതിന് ശേഷം ആദ്യമായിട്ട് അതിന്റെ വായിൽ തൈര് ചേർത്ത് ചോറ് വെച്ച് കൊടുക്കും. എന്നിട്ട് അതിന്റെ ചെവിയിൽ പശുകിടാവാണെങ്കിൽ ചൊല്ലും പാർവതി അല്ലെങ്കിൽ നന്ദിനി എന്ന് 3 പ്രാവശ്യം വിളിച്ച് പേര് ചൊല്ലി ആഘോഷിച്ചിരുന്നു. എൻ്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു അവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രകൃതിയൊക്കെ നമ്മൾ ആചരിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. ശകുന്തള നട്ടു വളർത്തിയ മുല്ലവള്ളി, ജ്യോത്സ്യന എന്ന് പറയുന്ന മുല്ലവള്ളി ആദ്യമായിട്ട് പൂവണിഞ്ഞപ്പോൾ തൻ്റെ തോഴിമാരുമായിട്ട് ആ ദിവസം ആഘോഷിച്ചത് നമുക്ക് കാളിദാസന്റെ അത് വായിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇതെല്ലാം ആഘോഷമൊക്കെ പണ്ടുണ്ടായിരുന്നു. ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, റോയ് സാർ. ദീപ മാം. റോയ് സാർ. ഇന്നത്തെ വിജയരാമൻ സാറിൻ്റെ ക്ലാസ് ഒരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ഇതൊക്കെ പണ്ട് ഈ കുട്ടികളുടെ മൂമെൻസും മറ്റതും എല്ലാം ഓരോ പ്രായത്തിലുള്ളതും ഒക്കെ ഈ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വയറ്റാട്ടികളും ഒക്കെ ഉണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞു കേൾക്കുക. പക്ഷെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇതൊന്നും അറിയാൻ വേണം ഒന്ന്. അത് തന്നെയല്ല, ഇന്നിപ്പോൾ വി കെ രാജൻ സാറിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ നല്ലൊരു കോൺട്രിബ്യൂഷനാണ്. കാരണം ഇതെല്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭിക്കാത്ത കുറേ വിവരങ്ങളാണ്. അപ്പോൾ ഓരോ മാസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ വളരുന്നത്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ കാണിക്കുന്നത് എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഡിഫോമിറ്റി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒക്കത്തുള്ളൂ. ഇന്നിപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ടേ കാണിച്ച് അവരെ പറയണത് കേട്ടാലേ പറ്റത്തുള്ളൂ. അതല്ലാതെ അറിഞ്ഞുകൂടാ. മറ്റേ പഴയ നമ്മുടെ മുത്തച്ഛിമാരൊക്കെ പറയുമായിരുന്നു ഇങ്ങനെയാണെങ്കിൽ അത് നോക്കിക്കണം, അങ്ങനെയാണ്. ഇന്ന് പിന്നെ കുട്ടികളുടെ ഈ സാറ് പറഞ്ഞ കുറേ റിഫ്ലെക്സ് ആക്ഷനമിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഈ മൊബൈലൊക്കെ കൊടുത്ത് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൊച്ചു കുട്ടികളെ വരെയും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഓണാക്കി വെച്ച് കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം. ഏതായാലും അതൊക്കെ ഒത്തിരി ദോഷം ചെയ്യുന്നുണ്ട്. ഈ വക കാര്യങ്ങൾ ഒരു ഇൻസൈറ്റ് കൊടുക്കുന്നത് ഇന്ന് യുവതലമുറയ്ക്ക് വളരെയധികം ആവശ്യമാണ്. ഏതായാലും ഈ വേദിയിലുള്ളവർക്കൊക്കെ ഈ പറഞ്ഞത് എൻ്റെ അടുത്ത തലമുറയിലെ കുട്ടികൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. തുടർന്നും സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. നന്ദി സർ. കുഞ്ഞായി മാസ്റ്റർ, ദീപ മാം, ബീന മാം, സാർ. ദീപ മാം പറയും. സാറിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു സർ. ഇനിയും ആകാംക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ സർ. ഒന്ന് വീഡിയോയിൽ വരാമോ? വീഡിയോയിൽ എങ്ങനെയുണ്ട്? കാണാൻ ബുദ്ധിമുട്ടൊന്നും കണ്ടോ? ശരിക്കും ഓണാവുന്നില്ലേ? വീഡിയോയുടെ ഐക്കൺ ഓൺ ചെയ്താൽ മതി. ഓക്കെ സർ. ശരിയാവുന്നില്ല സർ. ശരിയാവുന്നില്ല സാർ. പറഞ്ഞോളൂ. സർ നെക്സ്റ്റ് ക്ലാസ്സിൽ ഓണാക്കാം. താങ്ക് യു സർ. ഗോകുമാർ സാർ, അബ്ദുൾ റഷീദ് സാർ, ബീന മാം. ഓണായിട്ടില്ല. ബീന മാം, കുഞ്ഞായി മാസ്റ്റർ. സാർ പറയും. നമസ്കാരം. സാറിന്റെ ക്ലാസ് വളരെ ഒരു പ്രസക്തമായ ഒരു വിഷയം, വളരെ ക്ലാരിറ്റിയോടുകൂടി, വളരെ ആധികാരികമായി, വളരെ ഹിസ്റ്റോറിക്കലായിട്ട് സാർ അവതരിപ്പിച്ചു. പിന്നെ വളരെ ഉപകാരപ്പെട്ടു സാർ.
പിന്നെ വളരെ അത്യാവശ്യം നമ്മൾ പലപ്പോഴും നമ്മൾ ആരും ഈ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് ഉയർന്നു നിൽക്കുന്നു എന്ന് നമ്മൾ കരുതുന്നവർ പോലും കുറെ അന്ധവിശ്വാസം സൂക്ഷിച്ചുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നീങ്ങുന്നുള്ള ഒരു യാഥാർത്ഥ്യം അതൊക്കെ കാണിച്ചുകൊണ്ട് സാറ് പറഞ്ഞത് വളരെ ഗംഭീരമായി. ഒരുപാട് അഭിനന്ദനങ്ങൾ. എൻ്റെ കൂടെ ഒന്ന് രണ്ട് ചെറിയ എൻ്റെ ഒരു തോന്നൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ റോയ് സാറ് അല്ല സാബു സാറ് പറഞ്ഞത് ഈ ന്യൂ ജനറേഷൻ ആളുകൾ ഇതൊക്കെ വളരെ വളരെ പുതിയ ഏറ്റവും അപ്ഡേറ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞെങ്കിലും പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഈ ന്യൂ ജനറേഷൻ പാരൻസിന്റെ അവരുടെ പാരൻസ്, അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരാണ് ആയിരിക്കും പ്രധാനമായിട്ട് കുട്ടിയെ മിക്കവാറും കൈകാര്യം ചെയ്യുന്നത്. അവർ ഈ സാറ് പറഞ്ഞ എല്ലാ അന്ധവിശ്വാസങ്ങളും സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ന്യൂ ജനറേഷൻ ഇത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. പിന്നെ അതില് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് അനുഭവം പറയാം. ഒന്ന് വേറൊരു കാര്യം സാറ് പറഞ്ഞ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഈ അടിച്ച് വളർത്തുന്ന ആളുകൾ വന്ന ശാസ്ത്രീയ പഠനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതും, അതേപോലെ അതിന്റെ ഈ ശിക്ഷിച്ച് അടിച്ച് വളർത്തണം എന്ന് നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നതിന്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സാഹചര്യം അല്ല രൂപപ്പെടാനുള്ള സാഹചര്യം എന്താണെന്നുള്ള വിശദീകരിച്ചത് വളരെ നന്നായി. എനിക്ക് പേഴ്സണലായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ മൂത്ത സഹോദരൻ എന്നെ അടിച്ചുകൊണ്ട്. അപ്പോ സാധാരണഗതിയിൽ അധ്യാപകരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പാരന്റ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ഈ ചെറുപ്പത്തിൽ അടിയെ കിട്ടിക്കഴിഞ്ഞാൽ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാവരും പറയും നമ്മൾ നല്ലതിന് വേണ്ടി അടിച്ചതല്ലെന്ന്. പക്ഷെ എനിക്കിപ്പോഴും അങ്ങനെയല്ല. സൈക്കോളജിക്കലി എനിക്കിപ്പോഴും അത് ഭയങ്കര ശത്രുതയാണ്. എൻ്റെ പിന്നെ ഈ നെഗറ്റീവ് സൈഡിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കിട്ടിയ അടിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മാത്രമല്ല ആ അടിയോടും അടിച്ച ആളോടുള്ള വിരോധം ഇപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കും. ഫർഗീവ്നെസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞെങ്കിലും അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റ് ഒക്കെ പറഞ്ഞത് സാറ് പറഞ്ഞതൊക്കെ വളരെ പിന്നെ നല്ലൊരു എവിടെയും കേൾക്കാത്ത ചില ഏരിയയായി. പിന്നെ എൻ്റെ മൂത്ത മകൻ ഉണ്ടായപ്പോ ഞങ്ങൾ ഒരു ഇന്റർ റിലീജിയൻ കപ്പിളാണ്. അപ്പോൾ നോക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ ശാസ്ത്രീയമായ പാരന്റിങ് തന്നെ നൽകണം എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോഴും ഇപ്പം മൂത്ത മോനെ ഒക്കെ നോക്കാൻ ഒരു വൈഫിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട പഴയ ഒരു ചേച്ചിയെ വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര സ്നേഹമുള്ള ചേച്ചിയാണ്. പക്ഷെ എങ്ങനെ പറഞ്ഞാലും ചെറിയ പിള്ളേരുടെ ചെറിയ പ്രശ്നമൊക്കെയുള്ളൂ, വായിൽ കൈവെക്കുന്നത്, അങ്ങനെയുള്ള ചെറിയ പ്രശ്നമുള്ളൂ. സാർ കേൾക്കാമോ? വായിൽ കൈവെക്കുമ്പോ ഇവര് പെട്ടെന്ന് തട്ടും. അപ്പൊ ഞാൻ പറയും, അവരോട് പറയും അങ്ങനെ ചെയ്യണ്ട, നമുക്ക് വായിൽ കൈവെക്കണ്ട, കൈവെച്ചോട്ടെ. അതുപോലെ കുട്ടികളെ ജസ്റ്റ് മാത്രം പറയുന്നുള്ളൂ. അതുപോലെ കുട്ടി അവരുടെ ജനനേന്ദ്രിയത്തിൽ പിടിക്കുമല്ലോ കുട്ടികൾ. അപ്പൊ ഇവർ ഭയങ്കരമായിട്ട് ഔട്ടിയും കൈതട്ടിയും ഇങ്ങനെ ഈ ശിക്ഷിക്കുന്ന രീതിയിൽ ചൊട്ടുന്ന രീതിയിൽ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത്. അതെ, തെറ്റ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാനും വൈഫും അങ്ങനെ ചെയ്യരുത് എന്ന് അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ പിന്നെയും ചെയ്യാണ്. പിന്നെ ആ ഒരു ദിവസം വ്യക്തമായി പറഞ്ഞപ്പോ അവര് തെറ്റിക്കരഞ്ഞു. അത് ഞാൻ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള കുട്ടിയല്ല, ഞാൻ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവര് തെറ്റിപ്പോയി. അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് വെറുതെ ഷെയർ ചെയ്യാണ്. അതുപോലെ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും പാരന്റ്സിന്റെ, അതായത് കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെയും അപ്പുറത്ത് മേലെയുള്ള ഗ്രാൻഡ് പാരന്റോ അല്ലെങ്കിൽ മറ്റവരായിരിക്കും കുട്ടിയെ സ്വാഭാവികമായി കൈകാര്യം ചെയ്യുക. അവർ ഈ പറഞ്ഞു കൊടുക്കുന്ന കഥകളും മറ്റേ കഥകളിലൊക്കെ മിക്കവാറും അന്ധവിശ്വാസമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൂടിയിട്ടുള്ള അതാത് മതത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ് പറഞ്ഞു വന്ന് കൺക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്മയുടെ വശമൊക്കെ ഉണ്ട് എന്ന് പറയുമെങ്കിലും ബേസിക്കലി കൊടുക്കുന്ന അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു പരിസരം. അപ്പൊ അത് സാറ് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തു, ജസ്റ്റ് ഷെയർ ചെയ്തു എന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഞാൻ നിർബന്ധമായും പങ്കെടുക്കും. ഒരുപാട് അഭിനന്ദനങ്ങൾ സാർ. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. താങ്ക് യു സോ മച്ച്. വളരെ നന്നായി, സാറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ നന്നായി. ഈ പറഞ്ഞത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ സാർ. ഈ സാറ് പറഞ്ഞ വളരെ വലിയൊരു പോയിന്റാണ്. ഈ കൈ വയലിൽ കൊണ്ടുവന്ന് അതിന് പ്രത്യേക കാരണമുണ്ട്. അത് തടയാതിരിക്കണം എന്നതിനും ഒരു കാരണമുണ്ട്. അപ്പോ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് വിശദീകരിക്കാം സാർ. കേന്ദ്രത്തിൽ ഇരിക്കുന്നൊക്കെയല്ലേ അവരുടെ
ഈ സെക്ഷൽ ഓർഗൻസിൽ പഠിക്കുന്ന അതൊക്കെ അതും തട്ടുന്നത് അതും എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അതിന് ശാസ്ത്രീയമായ ചില കാരണങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാല് ഈ അങ്ങനെ എതിർക്കുന്ന ആൾക്കാര് അത് ചെയ്യില്ല. കാരണം അവര് അറിയാഞ്ഞിട്ടാ. ഇപ്പൊ എതിർക്കുന്ന എല്ലാം അവര് ചിന്തിക്കുന്ന ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ തലമുറയില്, അതായത് നമ്മളെ പോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുള്ള അബദ്ധമാണ് ഇതൊക്കെ. നമ്മളിപ്പോ പാടില്ലല്ലോ, അത് പാടില്ലല്ലോ, ജനേന്ദ്രിയത്തെ കൈവച്ചാൽ ആൾക്കാരെ മുന്നിൽ, അതൊക്കെ തെറ്റല്ലേ? അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ മുതിർന്നവനെ പോലെയാണ് കുഞ്ഞുങ്ങൾ വന്നത്. അപ്പൊ അവരുടെ മനസ്സിനെ കുറിച്ച് അറിയാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ശരി സാർ. അതുപോലെ സാറ് പറഞ്ഞ നമ്മള് പ്രബുദ്ധരെന്നും വിവരമുള്ളവരെന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളും സമൂഹക്കാരും പോലും നമ്മള് ഈ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ വളരെ ഒരു പരിഷ്കൃത അന്ധവിശ്വാസം, സാർ ജഡ്ജിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, പരിഷ്കൃത അന്ധവിശ്വാസം ഇപ്പോഴും മലയാളികൾ സൂക്ഷിക്കുന്നുണ്ട്. അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമ്മളുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം കുട്ടികൾ ശരിക്കും അവരനുഭവിക്കുകയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ ഞാൻ പറഞ്ഞ അടി കിട്ടിയ സംഭവം ഉണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും അത് വളരെ ഭയങ്കര ഒരു വലിയ മീൻസ് ഒരു ബേസിക് ഇതായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ഞാൻ എന്റെ കൂട്ടുകാരോടൊക്കെ പറയാറുണ്ട്, കൂട്ടുകാരോടും എന്റെ ബന്ധുക്കളോടും പറയാറുണ്ട്, എന്റെ പെങ്ങന്മാരോടൊക്കെ അനിയത്തിയന്മാരോടൊക്കെ പറയാറുണ്ട്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. സാർ അടുത്ത ക്ലാസ്സുകളിൽ സാർ എന്തായാലും അറ്റൻഡ് ചെയ്യണം. ഓരോ ഘട്ടത്തിലും ശിശു വികസനത്തില് ഇങ്ങനെ അടിച്ചു വളർത്തിയാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ വിശദമാക്കി തരാം. ഇപ്പൊ 2 വയസ്സ് വരെയാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ഞാൻ കാര്യമായിട്ട് പിന്നെ അതിന്റെ ശേഷമുള്ള കാര്യങ്ങളിലും ഇങ്ങനെ അടിച്ചു വളർത്തിയാൽ എന്താണ് ആ കുഞ്ഞിന് സംഭവിക്കുന്നത്, അതിന്റെ പിന്നിലെ ശാസ്ത്രീയ അടിത്തറ എന്താണെന്ന് അതും കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ അത് സാർ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കിട്ടിയ കുറച്ച് മുതിർന്ന കുറച്ച് പേരെ എനിക്ക് പരിചയമുണ്ട്. അവരിലും സാറ് പറഞ്ഞ ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. മദ്യപാനം മറ്റു കാര്യം വളരെ കറക്റ്റ് ആയിട്ട് എനിക്ക് കാണാറുണ്ട്. തെളിവുള്ള കാര്യം അത് തെളിവോടുകൂടി ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള, അതിനൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് തെളിവോട് കൂടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരുള്ള ബീനാമുണ്ടോ? കുഞ്ഞോയ് മാസ്റ്റർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വിജയരാമൻ സാർ, നമുക്കിന്ന് അതിൻ്റെ ചെയ്യാം. അടുത്ത ആഴ്ച നമ്മൾ അടുത്ത എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചയായിരിക്കും ക്ലാസ് കേട്ടോ. വ്യാഴാഴ്ചയായിരിക്കും, അടുത്ത വ്യാഴാഴ്ച. സോ അപ്പോൾ താങ്ക് യു വെരി മച്ച്. പുതിയൊരു അധ്യായം, മനോഹരമായ ഒരു വിഷയം, കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെ. വീണ്ടും കാണാം. ഓക്കെ, സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. നൈസ്.